ഹലോ ഹായ്. ഒത്തിരി പേര് കമൻ്റായിട്ടും പേഴ്സണൽ മെസ്സേജായിട്ടും ഗ്രൂപ്പ് മെസ്സേജായിട്ടും ഒക്കെ ചോദിച്ചിരുന്ന പോലെ തന്നെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ജേണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നായിരുന്നു. അവർക്കുള്ള ഒരു പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിന് റീച്ച് ആവുന്നില്ല. അതായത് അവർക്കൊക്കെ ഭയങ്കര വൈകിയാണ് കിട്ടിയത്. അവർക്ക് അത് എല്ലാവരോടും ഒന്ന് എന്താ പറയുക, ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ പറ. അപ്പോഴേ കൂടുതൽ പേരിലേക്ക് ഈ ചാനൽ റീച്ച് ആവുള്ളൂ. നല്ല കണ്ടന്റ് എല്ലാവർക്കും ഉപകാരമാവുന്ന രീതിയിലാണ് ഇടുന്നത്. അപ്പം എല്ലാവരിലേക്കും ഒന്ന് റീച്ച് ആകട്ടെ വേഗം. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഡിലേ ആയിട്ടാണ് ഇത് കിട്ടിയത്, ഇപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരോടും അതൊന്ന് റിക്വസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, റീസെൻ്റ് ആയിട്ട് വന്നവർ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അതും സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി പേര് നമ്മൾ സെൽഫ് സ്റ്റഡി ആയിട്ട് ചെയ്യണവരും പിന്നെ ഒത്തിരി ക്ലാസ്സസിന് പോയിട്ട് വീണ്ടും വീട്ടുകാരോട് കാശ് ചോദിച്ച് വീണ്ടും ക്ലാസ് എന്ന് പറഞ്ഞ് അലയാൻ പറ്റാത്തവരൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്, അല്ലേ, നമ്മുടെ ചാനൽ കാണുന്നത്. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ അവർക്കത് ഹെൽപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് അത് റീച്ച് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ജസ്റ്റ് ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, നമ്മൾ എന്താണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അത് കൂടുതൽ പേർക്ക് ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യണത്. ഓക്കെ, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം, കണ്ടന്റിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പാർട്ട്ണർഷിപ്പ് നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ച് ഞാനൊന്നും പറയാം. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഈ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്, അല്ലേ. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി പേരുടെ സർവേ പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു ആൻസർ എന്താണെന്നറിയാവോ? ഞങ്ങൾ സ്കിപ്പ് ചെയ്യാണ് പതിവ്. എന്തുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നതാണ്, ഇത് മാക്സിമം പോയ ഒരു 15 മാർക്കൊക്കെയും ചോദിക്കുള്ളൂ. ആ 15 മാർക്ക് എന്നുള്ളത് പഠിച്ചെടുക്കാൻ തന്നെ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു 1.5 മാസം 2 മാസം ടൈം വേണം. സോ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യണതാണ് ബെറ്റർ. കാരണം അത്രയും ടൈം ഉണ്ടെങ്കിൽ നമുക്കത് ബാലൻസ് ഉള്ള എല്ലാ പോർഷനും പഠിക്കാമല്ലോ. എന്തിനാണ് ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണേന്ന് ഞാൻ ആലോചിച്ചു. ഇത് എത്ര മണ്ടത്തരമാണ് ആ പറയണത്. ഞാൻ ശരിക്കും ആലോചിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ 15 മാർക്കെന്ന് അവർ പറയണ ആ ബേസിസിൽ തന്നെ 15 മാർക്കെന്ന് വെച്ചോ. ആ 15 മാർക്ക് എന്നുള്ളത് നമുക്ക് ഷുവറാണ്, അല്ലേ. ഇതിൽ നിന്ന് എന്തായാലും വരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ വരുമെന്ന് ഉറപ്പുള്ള ഒരു വിഷയം നമ്മൾ പഠിക്കുകയല്ലേ ചെയ്യണ്ടേ. കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ നന്നായി പഠിക്കാനല്ലേ ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് സ്കിപ്പ് ചെയ്യാനാണോ ശ്രമിക്കണേ? അതെന്തൊരു മണ്ടത്തരമാണ്, അല്ലേ. നമുക്ക് ബാലൻസ് ഉള്ള എല്ലാ പോർഷനും പഠിക്കണേല്ലേ നല്ലതെന്ന് ചോദിച്ചു. പക്ഷെ അതിൽ നിന്ന് ഏതിന്നാണ് കറക്റ്റായിട്ട് എപ്പോഴും വരുമെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എല്ലാം മാറ്റി മാറ്റിയല്ലേ ചോദിക്കണത്. ഇത് എല്ലാ പ്രാവശ്യവും വരും. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കല്ല, 20 മാർക്കിനുള്ളിൽ വരാം. 15-ലിരുന്ന് 20 മാർക്കിനുള്ളിൽ എന്തായാലും ചോദിക്കുക എല്ലാ എക്സാമിനും. അങ്ങനെ ഒരു 20 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കേസ് സ്റ്റഡിയുടെ പിള്ളേർ ഒരാളും ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 100% ഇത് പഠിച്ചിരിക്കണം. 20 മാർക്ക് പോയിട്ട് ഒരു 1/2 മാർക്ക് നമുക്ക് ഏറ്റവും വളരെ 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 വിലപ്പെട്ട ഒരു സംഭവമല്ലേ. അപ്പം 20 മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് വരുമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ മെനക്കെട്ട് ഇത് പഠിച്ചോളണം. പഠിച്ചു കഴിഞ്ഞാൽ 20 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ടുള്ളത് ബാലൻസ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒരിക്കൽ പഠിച്ച് ഇതൊരിക്കൽ മനസ്സിലാക്കി ഒരിക്കൽ നിങ്ങളൊരു ഷോർട്ട് നോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് എപ്പോഴും ഇത് തന്നെയാണ്. എപ്പോഴും നിങ്ങൾക്ക് ആ ഷോർട്ട് നോട്ട് വായിച്ചാൽ മതി. അത്രയേ ഉള്ളൂ ഇത് കാര്യം. പഠിക്കാനായിട്ട് ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്കാണ് കുറച്ചൊന്നും മെനക്കെടേണ്ടത്. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ മനസ്സിലാക്കാനായിട്ട്. അതാണ് നമ്മൾ ഈ ബേസിക് എന്നുള്ള ആ ഒരു ടോപ്പിക്കിലൂടെ കവർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രത്യേകം പറഞ്ഞത്. കാരണം ഇവിടെ എന്താണ്, പാർട്ണർഷിപ്പ് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ കുറേ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചവരുടെ കണ്ണിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊന്ന് പെട്ടിട്ടുണ്ടാവും. ഈ ഒരു പറയണ ഭാഗമെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചും കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ഞാൻ ഇത് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാം പഠിച്ചിട്ട് പോയി, അല്ലേ. എല്ലാം പഠിച്ചിട്ട് പോയിട്ട് നമുക്ക് അവിടെ എക്സാമിന് വരാൻ നേരത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഒന്നും ഓർമ്മ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയണതിൻ്റെ വിഷമം ഒരു തരത്തിലിരിക്കും.
പക്ഷെ നമുക്ക് എല്ലാം പഠിച്ചിട്ട് പോയതെല്ലാം നമുക്കറിയായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു, എല്ലാം നമുക്കറിയാം, നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്നത് എന്നാണ് വന്നേക്കണത്. പക്ഷെ നമുക്ക് ടൈം കിട്ടിയില്ല എന്ന് പറയുമ്പോഴുള്ള വിഷമം എന്തായിരിക്കും അല്ലേ? അത് ആദ്യം പറഞ്ഞ വിഷമത്തിൻ്റെ 2-3 ഇരട്ടി വരും അല്ലേ? നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു സംഭവം നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നമുക്കത് എഴുതാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴുള്ള വിഷമം നമുക്ക് അല്ലെ എത്രയോ ഇരട്ടിയാണ് നമ്മുടെ. അതുകൊണ്ട് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഇത് പറയണ പോലെ തന്നെ ഒരു 20 മാർക്കിനുള്ളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. ഓക്കെ, 20 മാർക്കിനുള്ളിൽ എല്ലാ എക്സാമിനും തിന്ന് ചോദിക്കും. 15 തുടങ്ങി 20 മാർക്ക് വരുന്നുള്ളിൽ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയി അറ്റൻഡ് ചെയ്യേണ്ട, ഇതൊരു ലാസ്റ്റായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മുടെ ഓരോ ക്വസ്റ്റിനും ഇത്ര മിനിറ്റ് വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്. അതെല്ലാവർക്കും അറിയായിരിക്കും. നമുക്കത് എക്സാം എടുക്കുമ്പോൾ നമുക്കൊന്നും കൂടി പറയാം. ഇതിന് ഏകദേശം നമുക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 18 മിനിറ്റ് ആയിരിക്കും മാക്സിമം നമുക്ക് കിട്ടുന്നത് ചെയ്യാനായിട്ട്. അതിലൊരു 18 മിനിറ്റ് എന്നേ നിങ്ങൾ എടുക്കണ്ട, ഒരു 15 മിനിറ്റ് മാത്രമായിട്ട് എടുത്തോ. 15 മിനിറ്റേ കിട്ടുള്ളൂ എന്ന് മനസ്സിൽ ഇപ്പോഴേ ഉറപ്പിച്ചോ. നമ്മൾ പഠിക്കാൻ പോകണുള്ളൂ അപ്പോഴേ ഉറപ്പിച്ചോ. ഇത് ചെയ്യാനായിട്ട് നമുക്ക് 15 മിനിറ്റ് ടൈമുള്ളൂ, അതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം എന്നുള്ളത് ഇപ്പോഴേ ഉറപ്പിച്ചോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മളത് വരച്ച് തന്നെ ചെയ്ത് പഠിക്കണം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എങ്ങനെയാണോ എക്സാം പേപ്പറിൽ നമ്മൾ എഴുതാൻ പോണത് അതനുസരിച്ച് നമ്മൾ വരച്ച് ഓരോന്ന് ചെയ്ത് തന്നെ പഠിക്കണം. ആ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ 15 മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രോബ്ലം പേപ്പറിന് പ്രത്യേകിച്ച് ഇപ്പോൾ അക്കൗണ്ട്സ് ആയാലും കോസ്റ്റിംഗ് ആയാലും ഇനി ടാക്സ് ആണെങ്കിൽ പോലും പ്രോബ്ലം വരണുണ്ട് അല്ലേ? ആ വരാൻ നേരത്തേക്കും നമുക്ക് അവിടെ ടൈം പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കൂടുതൽ ഇത്ര മാത്രം ചെയ്ത് പഠിക്കുന്നോ അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാം അറിയാം, എല്ലാം പഠിക്കേണ്ട. എല്ലാവരും എങ്ങനെ പഠിക്കണേ? ഒന്നില്ലെങ്കിൽ കേട്ട് പഠിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓടിച്ചിട്ട് നോക്കി 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 വായിച്ച് പഠിക്കും. ഇത് എവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്, ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെ വരക്കണം, ഇത് ഇങ്ങനെ വരക്കണം എന്ന് പറഞ്ഞ് നോക്കിയാണ് എല്ലാവരും പ്രോബ്ലം പഠിക്കുന്നത്. അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോയി ചെയ്യണത് അവിടെയാണ്, എക്സാമിൻ്റെ ടൈമിലാണ്. നമുക്ക് അതുപോലെ 100 ഡൗട്ട് വരും, ചെയ്ത് പഠിക്കുമ്പോൾ 100 ഡൗട്ട് വരും. അതേപോലെ തന്നെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ പ്രോബ്ലം ചെയ്യാൻ പറ്റും അത്രയും പ്രോബ്ലം ചെയ്ത് പഠിക്കണം. അത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേ പറയുവാണ്. ഓക്കെ, പിന്നീട് അതൊരു സങ്കടമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിച്ചു നീട്ടി പറയുന്നത്. കുറേ പേർക്ക് ബോറടിക്കാം, എന്നാലും ആദ്യമായിട്ട് പഠിക്കണവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഫസ്റ്റ് ടൈം മാനേജ് ചെയ്യണം, എല്ലാം ചെയ്ത് പഠിക്കണം. വെറുതെ ചെയ്ത് പഠിച്ചാൽ പോരാ, പരീക്ഷയ്ക്ക് എങ്ങനെ ഫോർമാറ്റ് വരച്ച് എഴുതണോ അതേ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കണം. തുടക്കം തന്നെ പറഞ്ഞേക്കാം. ഓക്കെ, അതൊരു കാര്യം. എല്ലാത്തിനും ഓരോന്നിനും ഒരു MCQന് വരേക്കും ഇത്ര മിനിറ്റ് എടുക്കാവുന്നുണ്ട്. അപ്പോഴേ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതനുസരിച്ച് മുന്നോട്ട് പോകണം. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറയെ നമുക്ക് പഠിക്കാൻ. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, നിറയെ ഉണ്ട്. ഒരു ജേണി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കാരണം എന്താണ്, നിറയെ നമുക്ക് പഠിക്കാനുണ്ട്. പുതിയ കാര്യങ്ങൾ വരണുണ്ട്, പഴയ കാര്യങ്ങൾ വരണുണ്ട്, നമ്മൾ എവിടെയോ ഓർമ്മയിൽ കേട്ട കാര്യങ്ങളുണ്ട് അല്ലേ? ചിലപ്പോൾ പുതിയതായിട്ട് ഓരോരുത്തർ കേൾക്കണേയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലായതിന് ശേഷം മാത്രമേ അടുത്ത വീഡിയോയിലേക്ക് പോകാവൂ. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് പ്രോബ്ലം പഠിച്ചോ എല്ലാം അത് കേട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് വിജയിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴേ അത് കെടുത്തിക്കളയുക. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. കാരണം നമുക്കത് എന്ത് വേണം, ഫസ്റ്റ് നമുക്കതിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. ഓരോ വിഷയത്തെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടായിരിക്കണം. അത് നമുക്കത് അപ്ലൈ ചെയ്യണം എങ്ങനെയെന്ന് അറിയണം. അതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോബ്ലത്തിലോട്ട് കിടക്കാവൂ. പ്രോബ്ലത്തിലോട്ട് കിടന്നാൽ അതെന്ത് ചെയ്യണം, നമുക്കത് അപ്ലൈ ചെയ്യണം, മാത്രം അത് പഠിച്ചാൽ മതി അല്ലേ? ആ ഒരു രീതിയിലായിരിക്കണം ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു തീർക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളത് തുടങ്ങാം.
പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും അറിയായിരിക്കും, പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ഞാനൊരു ബിസിനസ് ഒറ്റയ്ക്ക് നടത്തുവാണെന്നുണ്ടെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പ് എന്നാണോ പറയുന്നത്? അല്ല, അതിനെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നാണ് പറയണത്. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ, എന്നോട് ആരും ചോദിക്കാനോ പറയാനോ ഒന്നും ഉണ്ടാവില്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനത് നടത്താം അല്ലേ? അതിലും നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ട്. ഏതൊരു കാര്യത്തിനും നമുക്ക് എന്തുണ്ട്? പോസിറ്റീവും നെഗറ്റീവും തിങ്സ് എല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനും വരുന്നുണ്ട്. പോസിറ്റീവ് സൈഡ് എന്താണ്? വേറെ ആരോടും ഒന്നും ചോദിക്കേണ്ട, എനിക്ക് എന്ത് നല്ലതെന്ന് തോന്നുന്നു അത് ചെയ്യാം അല്ലേ? പക്ഷേ നെഗറ്റീവ് സൈഡ് അതിൽ എന്താ പറയാൻ പറ്റുന്നത്? അതിൽ പറയാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ കയ്യിലുള്ള പൈസ മാത്രമേ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഒന്ന് കുറച്ചും കൂടി അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ബിസിനസ് കണക്ഷൻസ് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യണം, നന്നായിട്ട് തിങ്ക് ചെയ്ത് അതിലേക്ക് കുറച്ച് അടുത്ത ലെവലിലേക്ക് ഉയർത്തണം എന്ന് പറഞ്ഞ് എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമേ ഞാൻ എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പാർട്ട്ണറിൻ്റെ ആവശ്യം നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള ഒരു ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോഴാണ് നമ്മൾ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കും? ഒരു ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള, നമുക്കൊന്ന് നമുക്കൊരു എല്ലാ തരത്തിലും മെൻ്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് ഫിനാൻഷ്യലി ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറേ ആയിരിക്കുള്ളൂ നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരണത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പാർട്ട്ണറെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള ആ ഒരു ലേബലിൽ തന്നെ അത് ഓടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേര് വന്നു, ഒരാളെയും കൂടി ഞാൻ ചേർത്തു, ചിലപ്പോൾ 2-3 പേരെ ഞാൻ ചേർക്കും. അങ്ങനെ വരാൻ നേരത്തെ അതിൻ്റെ ലേബൽ എന്തിലോട്ട് മാറി? പാർട്ട്ണർഷിപ്പ് എന്നുള്ള ലേബലിലോട്ട് മാറി, പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് മാറി അല്ലേ? മിനിമം 2 പേരെങ്കിലും വേണം, എന്നാലേ പാർട്ട്ണർഷിപ്പ് ആവുള്ളൂ, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലേ? അതുകൊണ്ട് മിനിമം 2 പേരെങ്കിലും ഞാൻ എടുത്തു. അപ്പോൾ അയാൾ വരാൻ നേരത്തെ കൈയും വീശി വരുമോ? ഇല്ല, കൈയും വീശി വരില്ല. എന്ത് ചെയ്യും? ഒരു എമൗണ്ട് എടുത്തിട്ട് വരും. അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ എമൗണ്ട് എടുത്തിട്ട് വരും. ആ എമൗണ്ട് എടുത്തിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ ബിസിനസ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും അല്ലേ? എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ അവരുടേതായ ഐഡിയാസ് എടുത്തിട്ട് വരും. ചിലപ്പോൾ നല്ല ബിസിനസ് കണക്ഷൻ ഉള്ള ആളെ ആയിരിക്കുള്ളൂ നമ്മൾ പാർട്ട്ണറാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് കണക്ഷൻ വെച്ച് നമുക്ക് കൂടുതൽ ഓർഡർ വരാം, നമ്മൾ കൂടുതൽ അടുത്ത സ്റ്റേജിലോട്ട് പോകാനായിട്ടും നമ്മളെ സഹായിക്കും. ഓക്കെ, അതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്നേഴ്സിനെ വയ്ക്കും. ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ഇപ്പോൾ 2 പേരായില്ലേ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി ഫിനാൻഷ്യലി കുറച്ചും കൂടി ഇതിലേക്ക് ഫിനാൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരെ വരാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ പേരെ ഇതിലേക്ക് പാർട്ട്നേഴ്സായിട്ട് ഉൾപ്പെടുത്തും. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഇതിൽ ബിസിനസ്സിൽ എല്ലാവർക്കും ഡെയിലി വന്ന് ഇത് നോട്ട് ചെയ്ത് ഡെയിലി ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് നോക്കി ഡെയിലി ഇതിൻ്റെ ബിസിനസ് റൺ ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കണമെന്നില്ല അല്ലേ? പലരും ചിലപ്പോൾ പലയിടത്തായിരിക്കാം, ഗൾഫിലുണ്ടായിരിക്കാം, അമേരിക്കയിലുണ്ടായിരിക്കാം, എവിടെ വേണമെങ്കിലും ഉണ്ടായിരിക്കാം അല്ലേ? അവിടെ ഇരുന്ന് നമ്മളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ബേസിൽ, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞതിൻ്റെ ബേസിസിൽ അതിൽ ഒരു പാർട്ട് ആവാൻ വേണ്ടിയിട്ട് അവർ വന്നതായിരിക്കാം. ചിലപ്പോൾ അവർക്ക് അല്ലേ ഇതിലേക്ക് നമ്മൾ പിന്നീട് ആ പാർട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അതിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നില്ല. അപ്പോൾ ഇവിടെയുള്ളവരായിരിക്കാം, ആ ഒരാളായിരിക്കാം ചിലപ്പോൾ 1-2 പേര് അല്ലെങ്കിൽ ഒരാളായിരിക്കും എന്തിനു ചെയ്യണത്? ആ ബിസിനസ്സിനെ എല്ലാവർക്കും വേണ്ടി മാനേജ് ചെയ്യണത്. അതിനെയാണ് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ അല്ലെ? എല്ലാവർക്കും വേണ്ടി ഒരാൾ ആയിരിക്കാം അത് മാനേജ് ചെയ്യണമെന്ന് പറയണത്. എല്ലാവർക്കും അതിനുള്ള നേരം ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും പണിയൊന്നുമില്ല, ചിലപ്പോൾ ഇതെല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഒരാളായിരിക്കും അല്ലേ മാനേജിങ് പാർട്ട്ണർ എന്ന് പറയണ ഒരാളായിരിക്കുള്ളൂ, വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയണ ഒരാളായിരിക്കുള്ളൂ. അപ്പം അവരായിരിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യണത്, ആ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കണത്. ഓക്കെ, ഇപ്പം എനിക്കുള്ള ഒരു ഗുണം എന്താണ്? എനിക്കിപ്പോൾ എന്ത് ഹെൽപ്പിനും ഒത്തിരി പേരുണ്ട് ചോദിക്കാൻ. നേരത്തെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ. ഇപ്പോൾ ഒത്തിരി പേരുടെ ഹെൽപ്പ് കിട്ടുന്നുണ്ട്. എൻ്റെ ബിസിനസ് അടുത്തടുത്ത ലെവലിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്താണെന്നറിയാവോ? അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ബിസിനസ്സിന് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു, ബിസിനസ്സിന് എന്തെങ്കിലും നമ്മൾ പ്രോഫിറ്റ് മാത്രം ലക്ഷ്യമാക്കിയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അതല്ലല്ലോ റിയാലിറ്റി, അതല്ലല്ലോ ഫാക്റ്റ് അല്ലേ?
നമുക്കത് നഷ്ടവും വരാം. അങ്ങനെ എന്തെങ്കിലും ഒരു നഷ്ടം വരുവാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എന്താ ഉദ്ദേശിക്കുക, നമ്മൾ ആ നഷ്ടം വരുവാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് വന്ന നഷ്ടം ബിസിനസ് വെച്ച് തന്നെ നമ്മൾ തീർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇവിടെ അത് തീരില്ല. എന്ത് സംഭവിക്കും, ഇവിടെ അടുത്ത ലെവലിലോട്ട് പോകും. അതായത് ആ പാർട്ട്നേഴ്സിൻ്റെ എല്ലാം പേഴ്സണലായിട്ട് എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, എന്തൊക്കെ ഇൻകം ഉണ്ടോ, എന്തൊക്കെയുണ്ടോ അവരെല്ലാം എന്ത് ചെയ്യും, അതൊക്കെ വിറ്റിട്ട് ഈ ലോസ് നഷ്ടം എന്ത് ചെയ്യും, പരിഹരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിനെ അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ ആ ഇൻകം അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയണത് ചിലപ്പോൾ അച്ഛനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയതായിരിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇതിലോട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ള മാർക്ക് പാർട്ട്ണർഷിപ്പിൽ ഉള്ളത്. ഓക്കെ, ഇത് ഒരു തരത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ലതാണെങ്കിൽ വേറൊരു തരത്തിൽ ദോഷവും ചെയ്യുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും രണ്ട് സൈഡില്ലേ, നെഗറ്റീവും പോസിറ്റീവും എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അതിനെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് എല്ലാം ഉണ്ട്, അതൊക്കെ പോട്ടെ. പക്ഷെ അതിൽ നിന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയും. കമ്പനിക്കും ഉണ്ട് അതിൻ്റെതായ പോരായ്മകളൊക്കെ, അതൊക്കെ നമ്മൾ കമ്പനിയിലല്ലോ പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്കതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. ഇപ്പം നമ്മൾ എന്താണ്, പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഏകദേശം അല്ലേ. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നും അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ട് പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന് രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും ഇനി ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും പറയും. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ്, അതിൻ്റെ ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കുള്ളൂ. ക്യാപിറ്റൽ ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് മീനിങ്, ക്യാപിറ്റൽ ഫിക്സഡ് ആണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്, ക്യാപിറ്റൽ ഫിക്സഡ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് അതിന് ക്യാപിറ്റൽ എപ്പോഴും അതെന്തായിരിക്കുള്ളൂ, ഒരേ ഫിഗർ തന്നെയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ്, അപ്പോൾ അതിന് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം അതെങ്ങനെ വരും എന്നുള്ളത് അല്ലേ. കാരണം അവിടെ രണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു, ഇനി ഒന്ന് കറണ്ട് അക്കൗണ്ട് എന്ന് പറയും. ഇത് നമ്മൾ ചെറിയ വയസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, +1 +2 പഠിച്ചിട്ടുള്ളതാണ്. ഓർമ്മയുള്ളവരുണ്ടായിരിക്കും, ഓർമ്മയില്ലാത്തവരുണ്ടായിരിക്കും, പാതി അറിയാവുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ബേസ് പറയുമ്പോൾ നമ്മളത് ഇത്രയും എന്താ പറയുക, ഇത്രയും ഷോർട്ടാക്കി പറയാൻ പാടില്ല, ഇത്രയും ഒന്ന് വലിച്ചു നീട്ടി തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വലിച്ചു നീട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, രണ്ട് തരം അക്കൗണ്ട് ഉണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും ഇനി ഒന്ന് കറണ്ട് അക്കൗണ്ട് എന്നും പറയും. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫിക്സഡ് ആണ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫിക്സഡ് ആണ്. കാരണം എന്താണ്, അവിടെ നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ കൊണ്ടുവന്നത് അതാണ് നമ്മളവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിൽ വേറെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ എമൗണ്ട് തന്നെ ആയിരിക്കുള്ളൂ എപ്പോഴും. ബാലൻസ് ഷീറ്റിൽ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്നും കറണ്ട് അക്കൗണ്ട് എന്നും പറഞ്ഞ് കാണിച്ചിട്ടുണ്ടാവും. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് തന്നെ ആയിരിക്കുള്ളൂ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കണം. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഇനി ഒരു അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ, ആർക്കെങ്കിലും കുറച്ചും കൂടി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ, ക്യാപിറ്റലായിട്ട് എടുത്തുകൊണ്ട് വന്നാൽ അതെന്ത് ചെയ്യും, അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ടും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഇനി എന്ത് ചെയ്യും, ഇനി വിഡ്രോവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. പക്ഷെ അതെന്താണ്, ഡെയിലി, വീക്കിലി, മന്ത്ലി ബേസിസിലുള്ള വിഡ്രോവൽ അല്ല, പെർമനന്റ് വിഡ്രോവൽ മാത്രമേ ഇതിൽ കാണിക്കുകയുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു 5 lakh ഇൻവെസ്റ്റ് ചെയ്തു, ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കാണിക്കുന്നത് 5 lakh എന്ന് തന്നെയായിരിക്കും. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഒരു അഡീഷണൽ ക്യാപിറ്റലായിട്ട് ഒരു 1 lakh കൊണ്ടുവന്നു. അപ്പോൾ ടോട്ടൽ എത്രയായി, 6 lakh. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്തായിരിക്കുള്ളൂ, 6 lakh എന്നായിരിക്കും കാണിക്കുന്നത്. ഇനി ഒരു 3 വർഷം കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു 2 lakh വിഡ്രോ ചെയ്തു. ഓക്കെ, അപ്പോൾ 6 lakh ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2 lakh വിഡ്രോ ചെയ്തു. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്, 4 lakh. അപ്പോൾ നമുക്ക് എത്രയായിട്ടേ കാണിക്കുള്ളൂ, ഇനി നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എത്രയായിട്ടേ കാണിക്കുള്ളൂ, 4 lakh എന്നേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ.
ഇനി കറണ്ട് അക്കൗണ്ടിലാണ് ബാലൻസ് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും എവിടെയാണ് കാണിക്കുന്നത്? കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? അവർക്ക് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, സാലറി, കമ്മീഷൻ, ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഉണ്ടെങ്കിൽ അതെല്ലാം കാണിക്കുന്നത് എവിടെയാണ്? കറണ്ട് അക്കൗണ്ടിലാണ്. ഓക്കെ, അതെല്ലാം കാണിക്കുന്നത് കറണ്ട് അക്കൗണ്ട്. കാരണം എന്തൊക്കെയുണ്ട് വിഡ്രോവൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഫിക്സഡ് എമൗണ്ട് മാത്രമായിരിക്കണമെന്നില്ല അല്ലേ? ബാലൻസ് ഏതെങ്കിലും എമൗണ്ട് ചെയ്ത് ചെറിയ എമൗണ്ട് ഒക്കെ വിഡ്രോ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാണിക്കുന്ന ഇതിലാണ് കറണ്ട് അക്കൗണ്ടിൽ. ആ കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് എന്തായിരിക്കും? ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് എന്തായിരിക്കും? അത് ഓരോ വർഷവും ഡിഫറെൻ്റ് ആയിരിക്കും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അവിടെ 2 അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇനി കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു എമൗണ്ട് തന്നെ ഫിക്സഡ് ആയിരിക്കും. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. എല്ലാം പാർട്ട്നേഴ്സിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതേണ്ടത് എവിടെയാണ്? കറണ്ട് അക്കൗണ്ടിലാണ്. ഓക്കെ, ഇനി ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തേ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ നേരത്തെ നമുക്കൊരു ഡീഡ് ആവശ്യമാണ്. പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് അല്ലേ? ഏതൊരു സംഭവവും നമ്മൾ മുന്നോട്ട് പോകും തോറും അതിനൊരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം എന്താണ്? നിയമം അതിൽ പറയണമൊന്നുമില്ല നമുക്ക് ആ റിട്ടേൺ എഗ്രിമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടേൺ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കണം എന്നൊന്നും ഡീഡ് എവിടെയാണ് എവിടെയും അങ്ങനെ സ്ട്രോങ് ആയിട്ടൊന്നും പറയണമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഏതൊരു കാര്യത്തിനും നല്ലത് എന്താണ്? ഒരു ഡീഡ് ഉണ്ടെങ്കിലാണ്. ആ ഡീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരാൾ 5 ലക്ഷം കൊണ്ടുവന്നു, ഇനി ഒരാൾ 10 ലക്ഷം കൊണ്ടുവന്നു ക്യാപിറ്റലായിട്ട്, പക്ഷേ അവർക്ക് ഡീഡ് ഇല്ല, പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? 2 പേരുടെയും പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഒരാൾ 10 ലക്ഷം കൊണ്ടുവന്നാക്കും ഈക്വൽ പ്രോഫിറ്റ് ആയിരിക്കും, 5 ലക്ഷം കൊണ്ടുവന്നാക്കും ഈക്വൽ ആയിട്ടായിരിക്കും പ്രോഫിറ്റ് കൊടുക്കണത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് കൊടുക്കണതും. ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നില്ല, ഡീഡ് ഉണ്ടെന്നെങ്കിൽ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണമെന്നേ ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള പല ബെനിഫിറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് അനിവാര്യമാണ്. അത് റിട്ടേൺ ഡോക്യുമെൻ്റ് ആയാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. റിട്ടേൺ ഡോക്യുമെൻ്റ് ഒരു ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ വൈസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ ഓഫ് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ എല്ലാം ഈക്വൽ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. പിന്നീട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഡീഡ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. അപ്പോൾ ഫിക്സഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അതേപോലെ വരുന്ന ഒന്നാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നുള്ളത് എന്താണ്? നമുക്ക് ആ പേര് പറയും പോലെ തന്നെ അറിയാം. എന്താണ്? ക്യാപിറ്റൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഫിക്സഡ് അല്ലായിരിക്കും അല്ലേ? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പഠിച്ച കറണ്ട് അക്കൗണ്ട് പോലെയാണ് ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത്. അതായത് അവിടെ എന്താ നമ്മൾ ചെയ്തത്? എല്ലാം കൊണ്ടുവന്ന് കറണ്ട് അക്കൗണ്ടിലാണ് ഡംപ് ചെയ്യണേന്ന് പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഫ്ലക്ച്വേറ്റിംഗിൽ ഒരു അക്കൗണ്ടേ ഉള്ളൂ, 2 അക്കൗണ്ട് വരക്കില്ല. ഫ്ലക്ച്വേറ്റിംഗിൽ എല്ലാം എന്ത് ചെയ്യും? അതെല്ലാം ആ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. അവിടെ ആയിരിക്കും അതപ്പോൾ ഓരോ വർഷവും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാലൻസ് ആയിരിക്കുള്ളൂ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ വരുന്നത്. ഓക്കെ, അതിന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കറണ്ട് അക്കൗണ്ട് പോലെ ആയിരിക്കും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒவ்வொരു വർഷവും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആയിരിക്കും. എല്ലാ സംഭവങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞ ഇൻട്രസ്റ്റ്, സാലറി, കമ്മീഷൻ അങ്ങനെയുള്ള എല്ലാ വിഡ്രോവൽ ആണെങ്കിലും ഫിക്സഡ് ആണെങ്കിലും എല്ലാ വിഡ്രോവൽ ആണെങ്കിലും എന്ത് വിഡ്രോവൽ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു അക്കൗണ്ടിൽ തന്നെ കാണിക്കുള്ളൂ. അപ്പോൾ 2 എണ്ണം ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. കാരണം എന്താണ്? നമ്മൾ ഇനി മുന്നോട്ട് ചേരാൻ നേരത്തെ ചിലപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു രീതി എന്നുള്ളത് എടുത്ത് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ 2 രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ഓക്കെ, ഇത് നമ്മൾ ചെറിയ വയസ്സിൽ തുടങ്ങി പഠിക്കുന്ന മാത്സ് ആണ്. പക്ഷെ എന്നാലും അത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അല്ലേ? അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ക്ലിയർ ആക്കി തരാനാണ് നമ്മളിവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണെന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. അത് 3 തരത്തിൽ നമുക്കിപ്പോൾ ചെയ്യാം. എന്താണ്? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് റേഷ്യോ അനുസരിച്ച്, അതായത് പ്രൊപ്പോർഷൻ സെയിം ആണ് തരത്തിൽ.
ഈക്വലി സ്പ്ലിറ്റ് ചെയ്യണ തരത്തിൽ ചെയ്യാം, സാക്രിഫൈസിങ് റേഷ്യോ ആ രീതിയിലും ചെയ്യാം. ഇനി അത് ഏത് രീതിയിലാണോ ക്വസ്റ്റ്യൻ ചോദിക്കണം ആ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ആ 3 രീതിയുണ്ട്. അതിൽ ഫസ്റ്റ് പറയണേ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് റേഷ്യോ, അതായത് പ്രൊപ്പോർഷൻ സെയിം ആവണ തരത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൽ ഒരു എക്സാമ്പിൾ അനുസരിച്ച് നമുക്ക് നോക്കാം. അതായത് എക്സും വൈ എന്ന് പറഞ്ഞ 2 പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റും ഷെയറും അവർ ഈക്വലി ഷെയർ അല്ല ചെയ്യണത്, അവർ ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. എക്സ് ആൻഡ് വൈയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അവരൊരു പുതു പാർട്ട്ണർ, ഇപ്പം നമുക്ക് ഇസെഡ് എന്ന് കൊടുക്കാം. ഇതിൽ പുതു പാർട്ട്ണറിൻ്റെ പേരൊന്നും പറയണില്ല, പക്ഷെ നമുക്ക് അവിടെ ഇസെഡ് എന്ന് പറയാം. സെഡ് എന്ന് പറഞ്ഞ് ഒരു പുതു പാർട്ട്ണർ വന്നിട്ടുണ്ട്. അത് 1/5 ഷെയർ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് അവർക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ എന്താണ് 1/5 ഷെയർ ആണ് വേണ്ടതെന്നുള്ള രീതിയിൽ. ഓക്കെ, സെഡിൻ്റെ റേഷ്യോ. അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായിരിക്കുന്നു? അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാനത് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാം. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, പാർട്ണർഷിപ്പ്. അപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അവിടെ ഞങ്ങളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈക്വലി ആണെന്ന് വിചാരിച്ചു. അതായത് 50-50 ഷെയർ ആണ്. ഇപ്പം എത്ര പ്രോഫിറ്റ് കിട്ടിയാലും ഒരു 100 രൂപ കിട്ടിയാൽ ഞാൻ 50 രൂപ എനിക്കും 50 രൂപ എൻ്റെ ഫ്രണ്ടിനും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഇപ്പം ഞങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഏത് സിറ്റുവേഷനിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ ഇനി ഒരു പുതു പാർട്ണറെ എടുക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ 50 രൂപ വെച്ച് കിട്ടുമോ? ഇല്ല അല്ലേ? ആ പുതു പാർട്ണർ വരുമ്പോൾ ക്യാപിറ്റൽ എന്തായാലും കൊണ്ടുവരും, പക്ഷെ അവർക്ക് ഒരു ഷെയർ പോകണം. ആ ഷെയർ പോകാൻ നേരത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ആ അത്ര എമൗണ്ട് ഷെയർ കുറയുവാണ് ചെയ്യണത്. ആ കുറയുന്ന ഷെയർ, അതായത് ഞങ്ങളത് ഇവിടെ സാക്രിഫൈസ് ചെയ്യുവാണ്. ഞങ്ങൾക്ക് 50 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം മൂന്നാമതൊരാൾ വരാൻ നേരത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യും? 33.33 വെച്ചിട്ടേ 3 പേർക്കും എടുക്കാൻ പറ്റും, ഈക്വലി ആണെങ്കിൽ അല്ലേ? അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ എന്ത് 50 രൂപ കിട്ടിക്കൊണ്ടിരുന്നോടത്ത് ഇപ്പം 33.33 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടണത് അല്ലേ? അപ്പം അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു? അത്രയും വ്യത്യാസം ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അതവിടെ സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ലാഭത്തിന് ഞങ്ങളത് സാക്രിഫൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ പുതു പാർട്ണർ വരാൻ നേരത്തേക്ക് അത് ഞാൻ ഇത് പറയാൻ കാരണം ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ അറിയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ 50-50 ആയിട്ട് എടുത്തിട്ടിരുന്നു. പുതു ഒരു പാർട്ണർ വരുമ്പോഴും നമുക്ക് 50-50 ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. പുതു പാർട്ണറേയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എത്രയായി? 33.33% ആയി. അപ്പോൾ ഓൾഡ് റേഷ്യോ ഇതിൽ ഏതായിരുന്നു? ആദ്യം വന്ന റേഷ്യോ 50-50 എന്നുള്ള റേഷ്യോ. ന്യൂ റേഷ്യോ ഇതിൽ ഏതായിരുന്നു? രണ്ടാമത് പറഞ്ഞതിൽ ഏതായിരുന്നു? 33.33% എന്നുള്ളതായിരുന്നു ന്യൂ റേഷ്യോ. ഓക്കെ, ആ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ എന്താണെന്ന് മനസ്സിലായില്ലേ? അതാണ് ഇനി ഇതിൽ പറഞ്ഞ ആ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ പറയണേന് ഉള്ള. ഓക്കെ, അപ്പോൾ അതിലെന്താന്ന് വെച്ചാൽ എക്സിൻ്റെയും അതിൻ്റെ ഓൾഡ് റേഷ്യോ ഇതിൽ ഏതാണ്? 3:2 എന്നുള്ളതാണ് അല്ലേ? പുതു പാർട്ണർ സെഡ് വന്നപ്പോൾ 1/5 ഷെയർ വന്നിട്ടുണ്ട്. ഇനി അവരുടെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറയണത്. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു പേഴ്സൻറ്റേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? 100 ആണ് അതിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കണം. ഒരു പേഴ്സൻറ്റേജിന് 100 ആണ് എടുക്കണം അല്ലേ? നമുക്ക് 100%, 70%, 60% എന്നൊക്കെ പറയണത് ആ 60, 70, 40 എന്നൊക്കെ പറയണത് ഏതിൻ്റെ ബേസിസിലായിരിക്കും? 100ൻ്റെ ബേസിസിലാണ് നമ്മൾ അളക്കണത്. അതേപോലെ റേഷ്യോ എന്ന് പറയണത് 1 ആണ് നമ്മളവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. എന്താ എടുക്കുന്നത്? 1 ആണ് നമ്മളവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പുതു പാർട്ണർക്ക് 1/5 ഷെയർ ആണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏതിൽ നിന്നാണ് 1/5 എന്ന് പറയണത്? 1ൽ നിന്ന് 1/5 ഷെയർ ആണ്. അതായത് 1ൽ നിന്ന് -1/5 എടുത്തു കഴിഞ്ഞാൽ 1/5 എന്നുള്ളത് പുതു പാർട്ണർ സെഡിൻ്റെ ഷെയർ ആണ്. ബാലൻസ് എത്ര ഷെയർ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ബേസ് ആയിട്ട് എടുക്കുന്ന 1 ആണ്. 1ൽ നിന്ന് 1 - 1/5 എടുക്കണം. ഓക്കെ, 1 - 1/5 എന്നുള്ളത് നമുക്ക് എടുക്കാൻ അറിയാത്തവരും ഉണ്ടാവും അല്ലേ? അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെങ്ങനെയാണ് ഈ 4/5 കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 5 ഇല്ലേ, 5ന് -1 ചെയ്യുക. 5ന് -1 ചെയ്യാൻ നേരത്തെ എത്ര കിട്ടും? 4 കിട്ടും. അപ്പം 4/5 ആയിട്ട് എടുക്കണം. ഓക്കെ, ഇപ്പം 1 - 1/6 എന്ന് പറയുവാണെങ്കിൽ അതെന്താണ്? അതെങ്ങനെ എടുക്കണേ? ഈ 6 ഇല്ലേ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കണേ, ആ 6ന് -1 എടുക്കുക. -1 എടുക്കുമ്പോൾ എത്ര വരും? 5 വരും. 5/6 എടുക്കുക. 5/6. ഓക്കെ, 1 - 1/8 എന്ന് പറയുവാണെങ്കിൽ എത്ര ആൻസർ കിട്ടുക? 8ന്ന് -1 കുറയ്ക്കുക. അപ്പം എത്ര വരും? 7. 7/8 എടുക്കുക.
ഇങ്ങനെയാണ് 1 മൈനസ് 1/8 1 മൈനസ് 1/6 എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ 1 മൈനസ് 1/5 എന്ന് കിട്ടി. അത് എത്ര കിട്ടും? 4/5 എന്ന് കിട്ടി. നമ്മളത് നോക്കി. ഇനി അപ്പോൾ ഇസന്റെ ഷെയർ 1/5 ആണ്. അപ്പോൾ ബാലൻസ് 1/5 പോകെ എത്രയുണ്ടെന്നാ പറഞ്ഞേ? 4/5 ഷെയർ ഉണ്ട്. ആ 4/5 ഷെയർ എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാണ്? എക്സിനും വൈക്കും കൂടി ഉള്ളതാണ്. 4/5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കുള്ളതാണ്? എക്സിനും വൈക്കും കൂടി ഉള്ളതാണ്. അപ്പൊ അതിൽ എക്സിന് എത്രയാണ്, വൈക്ക് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ 4/5 എക്സിന് എത്ര കിട്ടും, വൈക്ക് എത്ര കിട്ടും എന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? എക്സിന് കിട്ടുന്നത്, ഓക്കെ, എക്സിന് എന്നുള്ളത്, എക്സിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/5. 3/5 എങ്ങനെ വന്നു? അവരുടെ ഷെയർ എത്രയായിരുന്നു? 3:2 ആയിരുന്നു. അതായത് 3 + 2 അപ്പൊ എത്ര വരും? 5 വരും. അങ്ങനെയാണ് 3/5 എന്നുള്ളത് വന്നത്. അപ്പൊ വൈക്ക് എത്രയാണ്? 2/5. 2 ഡിവൈഡഡ് ബൈ 3 + 2 5. ഓക്കെ, എക്സിന്റെ 3/5, വൈയുടെ 2/5. ഓക്കെ, അപ്പൊ എക്സിന് 3/5 ഇൻറ്റു എത്രയാണ്? 4/5. 4/5 എത്രയാണ് എക്സിന് കിട്ടുക എന്ന് മനസ്സിലാവണ്ട. അപ്പൊ എക്സിന് കിട്ടുന്ന ഓൾഡ് ഷെയർ ഇൻറ്റു ഇപ്പൊ എത്രയുണ്ടോ അത്, ടോട്ടൽ എത്രയുണ്ടോ 4/5, അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമോ അതാണ് എക്സിന്റെ ഷെയർ. അതായത് അതെങ്ങനെ ഇൻറ്റു ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മോളിൽ കിടക്കുന്ന രണ്ടെണ്ണവും തമ്മിൽ ആദ്യം ഇൻറ്റു ചെയ്യുക, പിന്നെ അടിയിൽ കിടക്കുന്ന രണ്ടും ഇൻറ്റു ചെയ്യുക. അങ്ങനെയാണ് കിട്ടുന്നത്. അതായത് 4 × 3 12, 5 × 5 25, അങ്ങനെ എടുക്കുക. അപ്പോഴാണ് എക്സിന്റെ ഷെയർ 12/25 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി വൈയുടെ ഷെയർ അതേപോലെ തന്നെ. വൈയുടെ എത്രയാണ് ഷെയർ? 2/5. 2/5 എങ്ങനെ കിട്ടി? 3:2 ആയിരുന്നു ഓൾഡ്, വൈയുടെ 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 5 എന്നുള്ളത് ടോട്ടലാണ്. 3 + 2 ആണ് 5. ഓക്കെ, അപ്പൊ 2/5 കിട്ടി. അപ്പൊ 2/5 ഓൾഡ് ഷെയർ ഉണ്ടായിരുന്നു. പ്ലസ് ഇപ്പൊ എത്രയുണ്ട്? 4/5 ആണ് എക്സിനും വൈക്കും കൂടി ചേർന്ന്. അതിൽ നിന്ന് വൈക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 4/5 ഇൻറ്റു 2/5. എന്നിട്ട് അതെങ്ങനെ ഇൻറ്റു ചെയ്യും? മുകളിലുള്ളത് 2 ഇൻറ്റു ചെയ്യുക, അടിയിലുള്ളത് 2 ഇൻറ്റു ചെയ്യുക. എങ്ങനെ വരും? 4 × 2 8, 5 × 5 25. അങ്ങനെ 8/25 ആണ് വൈവിന്റെ ഷെയർ എന്ന് കിട്ടി. ഓക്കെ, ഇസഡിനെ നമ്മൾ എന്താണ്? സെഡിനെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 1/5 ആണ് സെഡിന്റെ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെഡിന്റെ 1/5 എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും ഇത് വ്യത്യാസം വരില്ലേ? ഇത് ഇവിടെയൊക്കെ 25 12/25 8/25. ഇത് മാത്രം 1/25 1/5 കിടക്കുന്നത്. അതിന് സെഡിനെ നമ്മൾ എന്ത് ചെയ്യണം? 25 ആക്കണം. 25 ആക്കണമെങ്കിൽ 5നെ 25 ആക്കണമെങ്കിൽ എത്ര വരണം? 5നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മാത്രമേ 25 ആക്കാൻ പറ്റുള്ളൂ അല്ലേ? അടിയിൽ 1/5 എന്ന് കിടക്കണേ. 5നെ എത്രയും കൊണ്ട് ഇൻറ്റു ചെയ്താലോ 25 ആവണേ? 5നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താലോ 25 ആവണേ. അപ്പൊ ആ 5നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണമെങ്കിൽ, അതായത് അടിയിലുള്ള ഒന്നിനെ ഇൻറ്റു ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതേ നമ്പർ വെച്ച് തന്നെ മുകളിലുള്ളതിനെ ഇൻറ്റു ചെയ്യണം. അടിയിലുള്ളതിനെ ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ അതേ നമ്പർ വെച്ച് തന്നെ നമ്മൾ മുകളിലുള്ളതിനെ ഇൻറ്റു ചെയ്യണം. അപ്പൊ 1/5 5 വെച്ചിട്ടാണ് നമ്മൾ എത്ര ഇൻറ്റു ചെയ്താലാണ് 25 കിട്ടുക? 5നെ 5 വെച്ച് ഇൻറ്റു ചെയ്താൽ 25 കിട്ടും. അപ്പൊ ആ 1നെയും എന്ത് വെച്ച് ചെയ്യണം? 5 വെച്ച് തന്നെ ചെയ്യണം. അപ്പൊ 1/5നെ ഇൻറ്റു 5/5 ചെയ്യുമ്പോൾ 5/25. അപ്പൊ എല്ലായിടത്തും ഒരേപോലെ വന്നോ? 25 എന്ന് വന്നോ? അപ്പൊ ന്യൂ റേഷ്യോ എന്തായി? 12/25 8/25 5/25. അതായത് 12:8:5 എന്ന് വന്നു അല്ലേ? 12:8:5 എന്ന് പറഞ്ഞു. ഇത് മനസ്സിലായില്ലേ? ഇത് ബേസ് ആണ്. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയണത്. ഇത് കുറച്ച് ലാഗ് ചെയ്തായിരിക്കുള്ളൂ. അറിയാവുന്നവർക്ക് തോന്നണത് ഒത്തിരി വലിച്ചു നീട്ടി പറയണ പോലെ തോന്നും. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം കേൾക്കണവരും ഫസ്റ്റ് ടൈം പഠിക്കണവരും ഒക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് എന്താ പറയാ, കുറച്ച് നമുക്ക് അറിയാത്തവര്, അതായത് ഫസ്റ്റ് ടൈം കേൾക്കണവരൊക്കെ ഒത്തിരി പേരുണ്ട്. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് പറയണത്. നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ വീഡിയോ കാണാനായിട്ട്, അതേപോലെ ഒന്ന് കേട്ട് പോകണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഈക്വലി സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ 3 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കി. രണ്ടാമത്തെ എന്താണ്? ഈക്വലി സ്പ്ലിറ്റ് ചെയ്യണം മെത്തേഡ്.
ഈക്വലി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുവാണ്. എങ്ങനെ തരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ആൻഡ് ക്യൂ വേർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. പിന്റെയും ക്യൂവിന്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഏതാണ്? 4:3 എന്ന് പറയുന്നുണ്ട്. അതായത് പിയുടെ റേഷ്യോ എത്രയാണ്? 4/7. ക്യൂയുടെ എത്രയാണ്? 3/7. 7 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? 4 + 3 ഇട്ടപ്പോ. ഓക്കെ, റേഷ്യോ അതാണെന്ന് പറഞ്ഞു, 4:3. അവരൊരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്ത പാർട്ണർ ആരാണ്? 6 ആണ്. അവരുടെ ഷെയർ എത്രയാണ്? 1/5 ഷെയർ ആണ്. 6 കൊണ്ടുവന്നത് 1/5 ആണ് ഷെയർ ആയിട്ട് കൊണ്ടുവന്നത്. ഇനി പി ആൻഡ് ക്യൂ ഡിസൈഡ് അവരെന്ത് ചെയ്തു? അവരുടെ പ്രോഫിറ്റ് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പിയും ക്യൂവും തീരുമാനിച്ചു. അതായത് 6ന്റെ ഷെയർ 1/5 തന്നെയാണ്. പക്ഷെ പിയും ക്യൂവും എന്ത് തീരുമാനിച്ചു? പുതിയൊരു പാർട്ട്ണർ വന്നതിന് ശേഷവും അവരുടെ പ്രോഫിറ്റ് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണണമെന്ന് വെച്ചാൽ പി ആൻഡ് ക്യൂവിന്റെ ഓൾഡ് ഷെയർ 4:3. ഓക്കെ, അപ്പോ 6ന്റെ ഷെയർ നമുക്കറിയാം 1/5 ആണെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. 6ന്റെ 1/5 പോകെ നമുക്ക് എത്ര ബാലൻസ് ഷെയർ ഉണ്ടാവും? 6ന് 1/5 ആണ്, ശരി. അതിന് പോകെ എത്ര ഷെയർ ഉണ്ടാവും? അത് കാണാനായിട്ട് 1 - 1/5 എടുക്കണം. 1 - 1/5 എടുക്കണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ പ്രോബ്ലത്തിൽ അല്ലേ? 5ന്ന് -1 കൊടുക്കുക, എത്ര വരും? 4 വരും. അപ്പൊ 4/5 ആണ് ബാലൻസ് ഉള്ള ഷെയർ. ബാലൻസ് ഉള്ള ഷെയർ 1/5 പോകെ എത്ര ഷെയർ ഉണ്ട്? 4/5 ഷെയർ ഉണ്ട്. അത് ആർക്കുള്ളതാണ്? അത് പിനും ക്യൂവിനും ഉള്ളതാണ്. അത് ആർക്കുള്ളതാണ്? അത് പിനും ക്യൂവിനും ഉള്ളതാണ്. അപ്പൊ 4/5 ഷെയറില് പിന് എത്ര കിട്ടും, ക്യൂവിന് എത്ര കിട്ടും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, പിന് എത്ര കിട്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ 4/5 ഷെയർ അതില് ഓൾഡ് എത്രയായിരുന്നു? അതില് ഓൾഡ് നോക്കേണ്ട കാര്യമില്ല ഇവിടെ. കാരണം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാന്നാണ്. പിനും ക്യൂവിനും ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാന്നാണ്. മറ്റേത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മള് ഈ 4/5 ഷെയറിൽ നിന്ന് 4/7 എടുത്ത് ഇൻഡ്യൂ ചെയ്തത്. ഇവിടെ ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എത്ര ഇതിന്റെ ബാലൻസ്? 4/5 ഉണ്ട്. ആ 4/5 നിന്ന് ഈക്വലി എടുത്താൽ മതി. അതായത് 1/2 1/2 എന്ന് പറഞ്ഞ് എടുത്താൽ മതി. ഓക്കെ, ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ 6ന് പോകെ പുതുപാർട്ണർക്ക് പോകെ എത്ര ഷെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 4/5 ഷെയർ ഇവിടെ. അതിൽ നിന്ന് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/2 ഇടുക. ഓക്കെ, 4/5 ഇൻറ്റു 1/2. അപ്പൊ എത്ര വരും? 4 × 1 4 തന്നെ. 5 × 2 10 എടുക്കുക. അപ്പൊ 4/10 ആണ് പിയുടെ ഷെയർ. ക്യൂവിന്റെ ഷെയർ ആണെങ്കിലോ? ക്യൂവിന്റെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4/5 തന്നെയാണ് ഇനിയുള്ളത്, ബാലൻസ് ഉള്ളത്. അതിൽ നിന്ന് ഇൻറ്റു 1/2 തന്നെ എടുക്കുക. അപ്പോഴും അവിടെ എത്ര ഇട്ടുള്ളൂ? 4/10 ഇട്ടുള്ളൂ. അപ്പൊ 6ന്റെ ഷെയർ എത്രയാണ്? 6ന്റെ 1/5 ആണ്. 6ന്റെ എത്രയാണ്? 1/5 ആണ്. ഇത് 10ലാണ് കിടക്കുന്നത്. 4/10 എന്ന് കിടക്കണേ. 6ന്റെ എത്രയിലാണ് കിടക്കണേ? 1/5ലാണ് കിടക്കുന്നത്. അത് 10ലോട്ട് ആക്കണമെങ്കിൽ 5ന്ന് എന്ത് ചെയ്താലേ 10ലോട്ട് ആക്കാൻ പറ്റുള്ളൂ? 5നെ × 2 ചെയ്താലാണ് 10ലോട്ട് ആക്കാൻ പറ്റുന്നത് അല്ലെ? 5 × 2 ചെയ്താൽ 10ലോട്ട് ആക്കാം. ആ 2 വെച്ച് തന്നെ 1നെ ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്താണ്? 1/5 × 2/2 എത്ര വരും? 2/10 വരും. ഓക്കെ, അപ്പൊ PQR അതിന്റെ ഷെയർ എത്ര വന്നു? അതിന്റെ ഈ ന്യൂ റേഷ്യോ എത്ര വന്നു? 4/10 4/10 2/10 എന്ന് പറയും. അതായത് 4:2 എന്ന് പറയും. 4:2 എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും ഒന്ന് ചെറുതാക്കണമെങ്കിൽ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈക്വലി 3 പേരിൽ പോകണമെന്ന് നോക്കാം. ഈക്വലി 3 പേരിലും 2 പോവും. എങ്ങനെ പോവും? 4ല് 2 പ്രാവശ്യം പോവും. ഈ 4ല് 2 പ്രാവശ്യം പോവും. 2ൽ എത്ര പ്രാവശ്യം പോവും? 1 പ്രാവശ്യം പോവും. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ 2:2:1 എന്ന് പറഞ്ഞ് ന്യൂ റേഷ്യോ എടുക്കാം. ഓക്കെ, ഇത് രണ്ടും ഇപ്പൊ നമ്മൾ പഠിച്ച ആ 2 പ്രോബ്ലം തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യാന്ന് പറയുന്നതുകൊണ്ടാണ് 1/2 എടുത്തത്. മറ്റേതാണെങ്കിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല അല്ലെ? ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇത്രയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഇസഡിന് കൊടുത്തതിന് ശേഷമുള്ള 4/5 എടുത്തു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഓൾഡ് റേഷ്യോയുടെ ഇതില് നമ്മള് ഭാഗിച്ചു കൊടുത്തു അല്ലെ? ഈ പ്രോബ്ലത്തിലാണെങ്കിൽ ഈക്വലി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഓൾഡ് റേഷ്യോയുടെ ഇതിൽ വായിക്കരുത്. എന്തിലെടുക്കണം? 1/2 എടുക്കണം. ഓക്കെ, ഒന്നും കൂടി ഒന്ന് കേട്ട് ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് പറയാനുള്ളത്
സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൾഡ് റേഷ്യോ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു വെച്ചാണ്. ഇപ്പൊ ഓൾഡ് റേഷ്യോ നമ്മളുടെ എക്സാമ്പിൾ എന്തായിരുന്നു, ഞാനും എന്റെ ഫ്രണ്ടും കൂടി നടത്തിയപ്പോ ഞങ്ങൾ 50-50 ആയിട്ട് എടുത്തു. 100 രൂപ കിട്ടിയാലും ഞങ്ങള് 50 രൂപ വെച്ച് ഞങ്ങൾ എടുത്തു. അപ്പോ അതിനെന്ത് ചെയ്തു, അവിടെ എന്ത് ചെയ്തു, ഞങ്ങക്ക് 50 രൂപ എന്ന് വെച്ച് കിട്ടിയിരുന്നു. ഓക്കെ, ഇനി ഞങ്ങൾക്ക് പുതിയൊരു പാർട്ട്ണറേയും കൂടി അപ്പോയിന്റ് ചെയ്തപ്പോ പുതിയൊരു പാർട്ട്ണറേയും കൂടി ഞങ്ങൾ എടുത്തപ്പോ അവിടെ ഞങ്ങളുടെ ഷെയർ 33.33 ആയിട്ട് മാറി. ഈക്വലി ആണെങ്കിൽ ഈ 33.33 ആയി. അപ്പൊ 50 രൂപ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ 33.33 മേടിക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഞങ്ങളുടെ ഷെയർ, പ്രോഫിറ്റിന്റെ ഷെയർ സാക്രിഫൈസ് ചെയ്യുവാണ് ചെയ്തത് അല്ലെ. 50 രൂപയെന്ന് 33 രൂപ ആവാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്തു. ആ സാക്രിഫൈസ് ചെയ്തു അല്ലെ. അത്ര 50 രൂപ കിട്ടിക്കൊണ്ടിരുന്നോടത്തുനിന്ന് ഒരാളെയും കൂടി എടുത്താൽ ഞങ്ങൾക്ക് അത് പ്രോഫിറ്റ് കുറയൂന്ന് അറിയാം. പക്ഷെ എന്നാലും ബിസിനസിന്റെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാക്രിഫൈസ് ചെയ്തു അല്ലെ. അതിനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ അഡ്മിഷന് നമുക്ക് അത്യാവശ്യം വരുന്നതാണ് സാക്രിഫൈസിങ് റേഷ്യോ. അഡ്മിഷൻ പഠിക്കാൻ നേരത്ത് നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. കാരണം സാക്രിഫൈസിങ് റേഷ്യോന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലതും അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി പിന്നീട് അത് നമ്മൾ പഠിക്കും, എന്തൊക്കെയാണെന്ന് നോക്കും. ഇനി ഗെയിനിങ് റേഷ്യോ എന്നുള്ളതുണ്ട്. അതായത് ഇപ്പൊ 50 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഒരിടത്ത് ഇപ്പൊ ഞങ്ങൾക്ക് 50 രൂപ കിട്ടിയെന്നുള്ളൂ. പുതു പാർട്ട്ണർ വരാൻ നേരത്ത് ഇനി എങ്ങാനും അല്ലെങ്കിൽ ഒരു പുതു പാർട്ട്ണറിന്റെ അല്ലെങ്കിൽ ഒരാൾ ഡെത്ത് ആവുകയാണ്, അല്ലെങ്കിൽ ഒരാൾ റിട്ടയർ ആവുകയാണ്, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ഈക്വലി ആയിട്ട് ഇപ്പൊ വിഭജിച്ചുകൊണ്ടിരുന്നോടത്ത് നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ഷെയർ കൂടുതൽ കിട്ടും. ഒരാൾ പോകുമ്പോൾ അത് നമുക്ക് കൂടുതൽ വരില്ലേ. ഒരാളുടെ റിട്ടയർ ആയാലും ഡെത്ത് ആയാലും നമുക്ക് എന്ത് ചെയ്യും, ആ 3 പേരുണ്ടായോടത്ത് പിന്നീട് അതെന്തോ 2 പേരായിട്ട് മാറും. അപ്പൊ നമുക്ക് നേരെ തിരിച്ച് സിറ്റുവേഷൻ വരില്ലേ. അഡ്മിഷനിൽ സാക്രിഫൈസിങ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സിറ്റുവേഷൻ വരും. എന്ത് വരും, 3 പേരായിരുന്നോടത്ത് 2 പേരായിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റ് കൂടും. അപ്പൊ അവിടെ കിട്ടുന്നത് എന്താണ്, അവിടെ ഗെയിനിങ് റേഷ്യോ ആണ് കിട്ടുന്നത്. ഓക്കെ, അത് നമുക്ക് അവിടെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി പഠിക്കാം. ഇവിടെ നമുക്ക് വേണ്ടതാണ് സാക്രിഫൈസ് റേഷ്യോ. ചില കേസിൽ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെ എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ചില റേഷ്യോയില് 100 റേഷ്യോനെ കുറിച്ച് പറയാത്ത സിറ്റുവേഷൻ, അങ്ങനെയുള്ള ചില സംഭവങ്ങളിൽ നമുക്ക് ഓൾഡ് റേഷ്യോ തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടി വരും, സാക്രിഫൈസ് റേഷ്യോ ആയിട്ട് എടുക്കണം. സാധാരണ സാക്രിഫൈസ് റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് റേഷ്യോ മൈനസ് 100 റേഷ്യോ ആണ്. ചില സംഭവങ്ങളിൽ ചിലപ്പോൾ 100 റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒന്നും തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അതിലെന്ത് ചെയ്യും, നമുക്ക് ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസ് റേഷ്യോ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്കത് കൂടുതൽ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത് നമ്മൾ ഒരെണ്ണം പഠിച്ചു അല്ലെ. 3ാമത്തെ കേസാണെന്ന് പറഞ്ഞു. ആ 3ാമത്തെ കേസാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 3ാമത്തെ കേസ് എന്തായിരുന്നു, സാക്രിഫൈസ് അല്ലെ, സാക്രിഫൈസ് റേഷ്യോ. ആ സാക്രിഫൈസിന്റെ ടൈമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ABC പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞു. അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:2:1 ആണ്. അവർ പുതു പാർട്ണറായ ഡീനെ അഡ്മിറ്റ് ചെയ്തു. 1/6 ഷെയർ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ആണ് അഡ്മിറ്റ് ചെയ്തത്. ഡി അക്യൂർ 3/D എന്ത് ചെയ്തു, പുതു പാർട്ണർ ഡി വന്നു, അത് 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റിലാണ് വന്നത്. ഡി എന്ത് ചെയ്തു, 3/24 ഷെയർ എയിൽ നിന്ന്, അതായത് എ എന്ത് ചെയ്തു, ഡിക്ക് 3/24 ഷെയർ കൊടുത്തു. ബിയിൽ നിന്ന് ഡിക്ക് 1/24 ഷെയർ കിട്ടി. അതായത് ABC എന്നുള്ള ഒരു പാർട്ണർ ഉണ്ടായിരുന്നു അവിടെ. അവർക്ക് 3:2:1 എന്നായിരുന്നു അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അവര് പുതു ഒരു പാർട്ണറെ വന്നു, ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു അവരുടെ ഫേമിലേക്ക്. അത് ഡി എന്നാണ് ആ പാർട്ണറിന്റെ പേര്. ആ പാർട്ണർ വന്നത് 1/6 ഓഫ് ഷെയർ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ആയിട്ടാണ്, 1/6 ഷെയർ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ണർക്ക് എ കൊടുക്കാമെന്ന് സംഭവിച്ചു. എ എന്ത് ചെയ്തു, അവരുടെ സാക്രിഫൈസ് ചെയ്ത് അയാളുടെ ഷെയറിൽ നിന്ന് എ എന്ത് ചെയ്തു, 1/3/24 ഡിക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. ബിയും അതേപോലെ തന്നെ പറഞ്ഞു, എന്റെ ഷെയറിൽ നിന്ന് 1/24 ഡിക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണെന്നുള്ളതാണ് നോക്കണം. അപ്പൊ 2 പേര് എന്ത് ചെയ്തു, സാക്രിഫൈസ് ചെയ്തു. സി ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ സിയുടെ ഷെയർ അത് തന്നെയായിട്ട് തുടരും. പക്ഷെ എയുടെയും ബിയുടെയും വ്യത്യാസം ഒന്നും എയും ബിയും എന്ത് ചെയ്തു, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോണത്. ഓക്കെ, ഇതില് ഓൾഡ് റേഷ്യോ എന്താണ്, എയും ബിയും സിയുടെ ഓൾഡ് റേഷ്യോ എന്താണ്, 3:2:1 ആണ് ഓൾഡ് റേഷ്യോ. ഡി വന്നത് 1/6 ഷെയറിലാണ്. അപ്പോ എയുടെ റേഷ്യോ എന്തായി, എ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്,
3/6 ആണ് എയുടെ റേഷ്യോ എന്ന് പറയുന്നത്. എയുടെ റേഷ്യോ എന്താണ്? 3/6 ആണ്. എ ഡിക്ക് കൊടുക്കാന്ന് പറഞ്ഞ എമൗണ്ട് എത്ര? 3/6 നിന്ന് 3/24 ആർക്ക് കൊടുക്കാന്ന് പറഞ്ഞു? ഡിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. എ പറഞ്ഞു അല്ലെ, എ ഡിക്ക് 3/24 കൊടുക്കാന്ന് പറഞ്ഞു. അത് ഏതിലിരുന്നാണ്? 3/6 3/24 കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ 3/6 മൈനസ് 3/24 ഇടണം. അപ്പോൾ 6ഉം 24ഉം ആണ്. അവിടെ നമ്മളത് കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? LCM കാണും. കാണത്തെ വിധമൊക്കെ ഉണ്ട്, നമുക്ക് ഫസ്റ്റ് LCM കാണുന്ന രീതിയിൽ പഠിക്കാം. LCM കാണും. അപ്പൊ എന്ത് ചെയ്യും? 6ഉം 24ഉം LCM കണ്ടു കഴിഞ്ഞ് എന്ത് ചെയ്യും? അവിടെ 24 LCM കിട്ടി. ആ 24 LCM കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3/6 ഇൻറ്റു 24 ചെയ്യുക, മൈനസ് 3/24 ഇൻറ്റു 24 ചെയ്യുക. LCM വെച്ച് രണ്ടിനെ ഇൻറ്റു ചെയ്യുക. അപ്പൊ 6നെ 24 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ നേരത്തെ എത്ര വരും? 4 വരും അല്ലെ, 4 വരും. ഇവിടെ 4 വരും. പിന്നെ എന്താണ്? അതേപോലെ ഇനി 24നെ 24ഉം വെട്ടിക്കളയുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 3 വരും. പിന്നെ ആ 4 ഇവിടെ 4 വന്നില്ല, 4നെ ഇൻറ്റു 3 വരാൻ നേരത്തെ 12 വരും. ഓക്കെ, 12 മൈനസ് 3 വരുമ്പോൾ എത്ര വരും? 12 മൈനസ് 3 വരുമ്പോൾ 9 വരും. 9/24 വരും. ഓക്കെ, അതായത് 3/6 ഇൻറ്റു 24 ചെയ്യുക. 6നെ 24 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യാൻ നേരത്തെ എത്ര? 6. 24ൽ എത്ര പ്രാവശ്യം 6 പോവും? 4 പ്രാവശ്യം പോവും. ആ 4 ഇൻറ്റു 3 ചെയ്യുക. എത്ര വരും? 12 വരും. ഓക്കെ, ഈ 24ഉം 24ഉം വെട്ടിപ്പോവും. അപ്പൊ ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. അപ്പൊ 12 മൈനസ് 3 എത്ര വരും? 9 വരും. ഓക്കെ, അപ്പൊ എയുടെ ഷെയർ എത്രയായിട്ട് വന്നു? 9/24 ആയിട്ട് വന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബിയുടെ ഷെയർ കൊടുക്കാം. ബിക്ക് എത്രയാണ്? ബിക്ക് അതേപോലെ തന്നെ ഷെയർ എത്രയാണ്? 2/6 ആണ്. 2/6 ഇരുന്ന് എത്ര ചെയ്യണം? 2/6 ഇരുന്ന് ബി എത്രയെ കൊടുക്കാൻ പോണേ? ഡിക്ക് 1/24 ആണ് കൊടുക്കാൻ പോണേ. അപ്പൊ 2/6 ഇരുന്ന് 1/24 മൈനസ് ചെയ്യുക. അതിനും 6ഉം 24 വരുമ്പോൾ നമ്മൾ LCM കാണുമ്പോൾ അതേ 24 തന്നെ വരും. എന്നിട്ട് 8/20 എത്ര വരും? അപ്പോൾ 2/6 ഇൻറ്റു 24ഉം 1/24 ഇൻറ്റു 24ഉം വരും. 6ൽ 24ൽ 6 എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം പോവും. ആ 4 ഇൻറ്റു 2 ഇടുമ്പോൾ നേരത്ത് 8 വരും. 8/24 മൈനസ് ഈ 24ഉം 24ഉം പോയി, പിന്നെ 1 ഉള്ളൂ. 8ൽ നിന്ന് -1 പോയാൽ 7/24 ബിന്റെ കാര്യത്തിൽ വരും. ഓക്കെ, ഇനി സിയുടെ കാര്യം എന്താണ്? സി എത്ര കൊടുക്കൂന്നൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? സി ഒന്നും കൊടുക്കണില്ല എന്നർത്ഥം. അപ്പൊ 1/ എത്രയാണ് സിയുടെ ഷെയർ? എത്രയാണ്? 1/6 ആണ് സിയുടെ ഷെയർ. ആ 6ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ 24ലാണ് വന്നിരിക്കണേ. എക്കും ബിക്കും 24ൽ വന്നു. 9/24 7/24 എന്ന് വന്നു. അപ്പൊ 1/6 എന്നുള്ളത് 6നെ 24 ആക്കണമെങ്കിൽ എന്ത് വെച്ച് ചെയ്യണം? 4 വെച്ച് ഇൻറ്റു ചെയ്യണം. 6 ഇൻറ്റു 4 ആണ് 24. ആ 4 വെച്ച് എന്തിനു ചെയ്തോ അതിനെ തന്നെ എന്ത് ചെയ്യണം? 1നെയും ചെയ്യണം 4 വെച്ച്. ഓക്കെ, അപ്പൊ 1 ഇൻറ്റു 4 6 ഇൻറ്റു 4 എത്ര വരും? 1 ഇൻറ്റു 4 4, 6 ഇൻറ്റു 4 24 വരും. ഓക്കെ, അപ്പൊ സിയുടെ ഷെയറും 4/24 ആയി. അതേപോലെ തന്നെ ഡിക്ക് ഇപ്പൊ എത്ര? എയും ബിയും കൊടുത്തുകൊണ്ടും ഡിക്ക് എത്ര വന്നു? 1/6 ഷെയർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. 1/6ലാണ് കിടക്കണം. ആ 1/6നെ നമുക്ക് എന്തിലാക്കണം? 24ലേക്ക് ആക്കണം. 24 ആക്കണമെങ്കിൽ ഈ സിക്ക് ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പൊ എത്ര വരും? 4 വെച്ച് ഇൻറ്റു ചെയ്യുക. 4/24 ആയി. അപ്പോ എയുടെ ബിയുടെ സിയുടെ ഷെയർ എന്തായി? 9/24, ബിയുടെ 7/24, സിയുടെ 4/24, ഡിയുടെ 4/24. അപ്പൊ എത്ര വന്നു? ടോട്ടൽ എത്ര വന്നു? 9:7:4:4 എന്ന് വന്നു. ഓക്കെ, ഇതാണ് സാക്രിഫൈസ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? എക്ക് ഉണ്ടായിരുന്ന 3/6 3/6 ഷെയറിലിരുന്ന് അവര് 3/24 ഡിക്ക് കൊടുക്കാന്ന് പറയുവാണ്. അപ്പൊ ആ 3/24 കൊടുത്താൽ എക്ക് എത്ര ഷെയർ ഉണ്ടാവും എന്നുള്ളത് നോക്കുക. എത്ര റേഷ്യോ വരും എന്ന് നോക്കുക. അതാണ് 9/24. ഒരാൾക്ക് അല്ലെ, നമ്മൾ ആ ചെറിയൊരു എക്സാമ്പിൾ നോക്കിയാൽ മതി. 50-50 ആയിട്ട് നമ്മൾ ഭാഗിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത് ഒരു പാർട്ണർ വന്നപ്പോൾ എനിക്ക് 33.33 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 50 കിട്ടുന്നിടത്ത് 33 രൂപ 33 പൈസയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ചെയ്തു സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലെ. അതാണ് ആ സാക്രിഫൈസ് റേഷ്യോയിൽ കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓൾഡ് റേഷ്യോ -100 റേഷ്യോ ഇട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? സാക്രിഫൈസ് റേഷ്യോ കിട്ടി. ഈ സാക്രിഫൈസ് റേഷ്യോ വെച്ച് നമുക്ക് പലതും ചെയ്യാനുണ്ട്. ഇനി പറയുന്നത് ഗുഡ്വിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ സാക്രിഫൈസ് റേഷ്യോ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ഈ 3 റേഷ്യോ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് പറയുന്നത്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്? റീവാല്യുവേഷൻ അക്കൗണ്ട്. റീവാല്യുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന നേരത്ത് നമ്മൾ പല കേസില്
അതായത് നമുക്ക് റീവാല്യൂ ചെയ്യേണ്ടി വരും. അഡ്മിഷന്റെ സമയത്ത് പുതിയ ഒരു പാർട്ട്ണർ വരുവാണ്. മുന്നേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നടത്തിക്കൊണ്ടിരുന്ന ഒരു കമ്പനി, ഞങ്ങളായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, ഞങ്ങളായിട്ട് എഫേർട്ട് എടുത്തു, ഞങ്ങളായിട്ട് അത് എല്ലാ കാര്യങ്ങളും ചെയ്തു, അങ്ങനെ ഒരു ഞങ്ങളായിട്ട് അസറ്റ് വാങ്ങിച്ചു, ഞങ്ങളായിട്ട് അല്ലെ എല്ലാം ഞങ്ങളായിട്ട് ചെയ്ത സംഭവങ്ങളാണ്. അപ്പോ ഒരു സുപ്രഭാതത്തില് ഞങ്ങൾക്ക് ഒരു പാർട്ട്ണറെ എടുക്കേണ്ടി വരുന്നു. അപ്പൊ അവര് അന്നാണ് വരുന്നത്, ഒരു ക്യാപിറ്റൽ കൊണ്ടുവരാനായിട്ട് ഓക്കെ, പക്ഷെ അന്ന് വരെ ഞങ്ങളുടെ എഫേർട്ടായിരുന്നു, ഞങ്ങളുടെ മാത്രം എഫേർട്ടായിരുന്നു അല്ലെ. ഞങ്ങളുടെ എഫേർട്ട് കൊണ്ട് കിട്ടിയ അസറ്റിനാണെങ്കിലും ലയബിലിറ്റിക്കാണെങ്കിലും ഞങ്ങൾ മാത്രമാണ് ബാധ്യത, ഞങ്ങൾക്ക് മാത്രമാണ് അതിന്റെ ബാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യണം, ഞങ്ങൾക്ക് മാത്രം അത് ഡിവൈഡ് ചെയ്ത് തരണം. അത് പുതു പാർട്ട്ണർക്ക് അത് കൊടുക്കാൻ പാടില്ല. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും, അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതെന്താ, അതിന്റെ ഉത്തരവാദിത്വം ആർക്ക് മാത്രമാണ്, ഞങ്ങൾക്ക് മാത്രമാണ്. ഓക്കെ, അപ്പൊ അത് ഞങ്ങൾക്ക് മാത്രം അത് ഡിവൈഡ് ചെയ്ത് തരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത്. ഓക്കെ, ഇനി റീവാല്യൂഷൻ അക്കൗണ്ട് നമുക്ക് 2 തരത്തിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇൻകോപ്പറേറ്റിംഗ് ചേഞ്ചസ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ചേഞ്ചസ് വരാം എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതൊരു റീവാല്യൂഷൻ അക്കൗണ്ട് ഇടാം. ഇനി ബാലൻസ് ഷീറ്റിൽ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല എന്ന ക്വസ്റ്റ്യനിൽ പറയുവാണെങ്കിൽ അവിടെ മെമ്മോറാണ്ടം റീവാല്യൂഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റ് അതേപോലെ തന്നെ വേണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് ലയബിലിറ്റി അങ്ങനെ ചേഞ്ച് ഒന്നും കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ മെമ്മോറാണ്ടം റിവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ചേഞ്ചസ് വരാം, കാരണം പുതു പാർട്ട്ണർ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, അസറ്റും ലയബിലിറ്റി അന്ന് വരെ ഉണ്ടായിരുന്ന അസറ്റ് എത്രയാണ്, ലയബിലിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കും. ആ നോക്കിയിട്ട് അതിലെന്ത് ചെയ്യും, അതിൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, അതുവരെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിനെയാണ് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അതുവരെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് അതിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവര് ഷെയർ ചെയ്തെടുക്കും. അതുവരെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ അവര് ഷെയർ ചെയ്തെടുക്കും. അതിനെയാണ് എന്ത് പറയണത്, അത് റീവാല്യൂഷൻ അക്കൗണ്ട് എന്ന് പറയും. ഇനി നമ്മൾ പറയുവാണ്, ഇനി ചില കേസസിൽ പറയും ബാലൻസ് ഷീറ്റിൽ ഒരു ചേഞ്ച് വരുത്തണ്ട എന്ന് പറയുകയാണെങ്കിൽ മെമ്മോറാണ്ടം റിവാല്യൂഷൻ അക്കൗണ്ട് ആണ് ചെയ്യേണ്ടത്. 2 നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഇതില് നമ്മൾ വാല്യൂ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, റീവാല്യൂ ചെയ്യുവാണ്. അതായത് നമ്മൾ വാങ്ങിക്കുമ്പോഴുള്ള അസറ്റിന്റെ ഒക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇരിക്കുന്നത് അല്ലെ. നമ്മൾ അസറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എത്രയാണോ വാങ്ങിച്ച സമയമുള്ളത് അതായിരിക്കുള്ളൂ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ ഒക്കെ കുറയ്ക്കലുണ്ടാവും, അതൊക്കെ. പക്ഷെ അതെന്ത് ചെയ്യും, പിന്നീട് പുതിയൊരു പാർട്ട്ണർ വരാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, റീവാല്യൂ ചെയ്യും. റീവാല്യൂ ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് ചിലപ്പോൾ അതിന്റെ വാല്യൂ കൂടാം, ചിലപ്പോൾ ആ അസറ്റിന്റെ വാല്യൂ കുറയാം. ആ സമയമാകുമ്പോൾ ആ അസറ്റിന്റെ ഒക്കെ കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, നമുക്കത് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ റീവാല്യൂ ചെയ്യാൻ നേരത്ത് അസറ്റിന്റെ വാല്യൂ കൂടുവാണെങ്കിൽ, റീവാല്യൂ ചെയ്യാൻ നേരത്ത് അസറ്റിന്റെ വാല്യൂ കൂടുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അതിനെ ഡെബിറ്റ് ചെയ്യണം, അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അതായത് അസറ്റ്സ് അക്കൗണ്ട് അറ്റാച്ച് ടു റീവാല്യൂഷൻ അക്കൗണ്ട് എന്ന് എൻട്രി ഇടണം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ എൻട്രി ഒക്കെ പഠിക്കണോ എന്നുള്ളത്. എൻട്രി ഒന്ന് പഠിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് എന്താണ്, അതിന്റെ അക്കൗണ്ട് വരക്കാനായിട്ട് ഈസി ആയിരിക്കും. ഒന്നില്ലെങ്കിൽ അക്കൗണ്ട് വരക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എൻട്രി ആയിട്ട് പഠിച്ചു നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 2 വിധത്തിലും ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ ചോദിക്കും. ചിലപ്പോൾ അക്കൗണ്ട് മാത്രം വരക്കാനായിട്ട് ചോദിക്കും, ചിലപ്പോൾ അക്കൗണ്ടും വരയ്ക്കും നിങ്ങൾ എൻട്രി ഇടുന്നും പറയും. ഓക്കെ, എൻട്രി മാത്രമായിട്ട് ചോദിക്കും, ചിലപ്പോൾ അക്കൗണ്ട് മാത്രമായിട്ട് ചോദിക്കും, ചിലപ്പോൾ 2ഉം കൂടി ചോദിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചു വെക്കണം. ഒരു നോളജ് ഉണ്ടായിരിക്കണം. എൻട്രി ചിലവർക്ക് എൻട്രി ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയുള്ള ഒരു അക്കൗണ്ട് പഠിച്ചിട്ട് അക്കൗണ്ടിലൂടെ എൻട്രി ഇടാനായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ അസറ്റിനെ എന്ത് ചെയ്യണം, അസറ്റിനെ ഇൻക്രീസ് ചെയ്യുവാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുവാണെന്ന് പറയുകയാണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, അസറ്റ്സ് അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ. അതായത് അസറ്റിനെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യണം, അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, അസറ്റ്സ് അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ എന്ന് പറഞ്ഞ് കാണിക്കണം. ഇനി അസറ്റ് ഡിക്രീസ് ചെയ്യുവാണ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുക. അതായത് റീവാലുവേഷൻ അക്കൗണ്ട് ടു അസറ്റ് എന്നുള്ള എൻട്രി വരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുവാണ് എന്ന് പറയാം. ആ റീവാലുവേഷൻ അക്കൗണ്ട് ടു അസറ്റ് എന്ന് പറയും. അതായത് റീവാലുവേഷൻ അക്കൗണ്ടിൽ അസറ്റിനെ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ജേർണൽ എൻട്രിയിൽ റീവാലുവേഷൻ അക്കൗണ്ട് ടു അസറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും, അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് റീവാലുവേഷനും കൂടി ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അസറ്റ്സ് അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ, റീവാലുവേഷൻ അക്കൗണ്ടിലെ അസറ്റിനെ
ക്രെഡിറ്റ് ചെയ്യും. അല്ലാണ്ട് ഇതിന് എന്ത് ചെയ്യണം, എൻട്രി ആവുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം അല്ലെ. അസറ്റിനെ ഡെബിറ്റ് ചെയ്താൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, അങ്ങനെയല്ലേ ഉള്ളു. അസറ്റിനെ ക്രെഡിറ്റ് ചെയ്താൽ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്താൽ അവിടെ എന്ത് ചെയ്യും, അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. എങ്ങനെ ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക എന്നുള്ള പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റ് തരും അല്ലെ. പുതു പാർട്ണർ വരണ വരെയുള്ള ബാലൻസ് ഷീറ്റ് നമ്മൾ എടുക്കും. ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് അതിലെ അസറ്റും ലൈബിലിറ്റി എല്ലാം എത്രയാണെന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്യും. എന്നിട്ട് നമ്മൾ റീവാല്യൂ ചെയ്യും. റീവാല്യൂ ചെയ്യാൻ നേരത്തേക്കും ചിലപ്പോൾ ചില അസറ്റിന് വാല്യൂ കൂടാം, ചിലപ്പോൾ ചില അസറ്റിന് വാല്യൂ കുറയാം. അത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തരും. ഓക്കെ, ഓരോ അസറ്റ് റീവാല്യൂ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഓരോ അസറ്റിന് ഇന്ന അസറ്റിന് ഇത്ര വെച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തരും. ആ അഡ്ജസ്റ്റ്മെന്റും ആ ബാലൻസ് ഷീറ്റും കൂടി കമ്പയർ ചെയ്ത് നമ്മൾ നോക്കണം ഇതിന് ഇൻക്രീസ് ആയതാണോ ഡിക്രീസ് ആയതാണോ. ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും നമ്മൾ എന്ത് ചെയ്യും, റീവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് എടുത്തിട്ട് വരണം. ഇപ്പൊ അസറ്റ് ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ് അക്കൗണ്ട് ആയിട്ട് റീവാല്യൂഷൻ, അസറ്റിനെ എന്ത് ചെയ്യണം, അസറ്റിനെ എടുത്തിട്ട് വന്ന് അക്കൗണ്ടില് റീവാലുവേഷൻ അക്കൗണ്ടിലെ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ അസറ്റ് ഡിക്രീസ് ആവുകയാണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിലെ അസറ്റിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ലൈബിലിറ്റി ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിലെ അസറ്റിനെ ലൈബിലിറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ലൈബിലിറ്റി ഡിക്രീസ് ആവുകയാണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ ലൈബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കണം. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ എളുപ്പം, ജേണൽ എൻട്രിയുടെ ഇതിലാണ് മനസ്സിലാക്കാൻ എളുപ്പമെങ്കിൽ ഇങ്ങനെ എടുക്കുക. അസറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഡെബിറ്റ് ചെയ്യണം, അതായത് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ. അസറ്റ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക, അതായത് റീവാലുവേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു അസറ്റ്. ഓക്കെ, ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, അതായത് റീവാലുവേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു ലൈബിലിറ്റി. ലൈബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം, ലൈബിലിറ്റി അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ. ഓക്കെ, അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്താലും ലൈബിലിറ്റി ഡിക്രീസ് ചെയ്താലും എന്താണ് ചെയ്യേണ്ടത്, അസറ്റ്സ് അക്കൗണ്ട് അറ്റ് റീവാലുവേഷൻ, ലൈബിലിറ്റി അക്കൗണ്ട് അറ്റ് റീവാലുവേഷൻ എന്ന് വരും. അസറ്റ് ഡിക്രീസ് ചെയ്താലും ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താലും റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് അസറ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ലൈബിലിറ്റി, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അസറ്റ് ഇൻക്രീസ് ചെയ്താലും ലൈബിലിറ്റി ഡിക്രീസ് ചെയ്താലും ഒരേപോലെ വരും, അസറ്റ് ഡിക്രീസ് ചെയ്താലും ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താലും ഒരേപോലെ വരുമെന്ന് കണക്കാക്കി പഠിക്കാം. അങ്ങനെ റീവാലുവേഷൻ അക്കൗണ്ട് ഇടാൻ നേരത്ത് റീവാലുവേഷൻ അക്കൗണ്ട് കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. കണ്ട, റീവാലുവേഷൻ അക്കൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ടില് അസറ്റ് ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്യാൻ നേരത്തേക്കും എന്ത് വന്നു, കണ്ട ഇവിടെ ഇട്ടേക്കണ ക്രെഡിറ്റ് സൈഡ് ബൈ അസറ്റ് എന്ന് പറഞ്ഞിട്ടു. അസറ്റ് ഡിക്രീസ് ചെയ്തപ്പോഴോ ടു അസറ്റ് എന്ന് പറഞ്ഞിട്ടു. ലൈബിലിറ്റി ഡിക്രീസ് ചെയ്തപ്പോഴോ ബൈ ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ടു. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്താലും ലൈബിലിറ്റി ഡിക്രീസ് ചെയ്താലും ഇവിടെ വരണം ക്രെഡിറ്റ് സൈഡ്, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരണം. ഡെബിറ്റ് സൈഡിലോ അസറ്റ് ഡിക്രീസ് ചെയ്താലും ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താലും റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരണം. ഇനി അതിൽ നിന്ന് ബാലൻസ് ചെയ്യണതാണ് ഒന്ന് പ്രോഫിറ്റ് എന്നും ഒന്ന് ലോസ് എന്നും പറഞ്ഞ് ഇതിൽ നിന്ന് ബാലൻസ് ചെയ്താണ് എടുക്കുന്നത്. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ എങ്ങാടാ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കും, റീവാലുവേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് റീവാലുവേഷൻ എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്, ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയില്ലേ, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അധ്വാനമാണ് അതുവരെയുള്ള അസറ്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവർക്കുള്ളതാണ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അവർക്ക് മാത്രം അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എന്താ, പുതുസായിട്ട് ഇന്ന് വന്ന ഒരു പാർട്ട്ണറിന് ഇന്നലെ വരെ അവര് ചെയ്ത എഫേർട്ടിന്റെ ഫലം ആരും കൊടുക്കില്ല അല്ലെ. ഇന്ന് വന്നവർക്ക് പുതിയതായിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് വരെയുള്ളത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്, ഇതുവരെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് ആണ് അത് സഹിക്കേണ്ടത്. അപ്പൊ അതെന്ത് ചെയ്യും, ഇതുവരെയുള്ളവർക്ക് അത് വീതിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ച് ഇനി ജേണൽ എൻട്രി മനസ്സിലാകാത്തവർക്ക് ഈ അക്കൗണ്ട് വരച്ചിട്ട് ഇത് വെച്ചിട്ട് ഇപ്പൊ ഇൻക്രീസ് ഡിക്രീസ് ഉണ്ട്, അത് വെച്ചിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എൻട്രി എടുക്കാം. ഓക്കെ, ഇതിൽ നിന്ന് എൻട്രി മാത്രം ഇടാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ചിലപ്പോൾ അക്കൗണ്ട് വരക്കാൻ പറയും, ചിലപ്പോൾ അക്കൗണ്ടിലൂടെ എൻട്രി വരക്കാൻ പറയും. എന്താണോ ചോദിക്കണേ, അക്കൗണ്ട് എൻട്രി മനസ്സിലാകാത്തവർക്ക് ഈ അക്കൗണ്ട് വരച്ച് വെച്ചിട്ട് അക്കൗണ്ടിലൂടെ ജേണൽ എൻട്രി ഇടാനായിട്ട് പഠിക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ എന്ത് ചെയ്തു, അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ജേണൽ എൻട്രി ഇടാൻ പറഞ്ഞ എന്ത് ചെയ്യും, അസറ്റ്സ് അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ,
ലയബിലിറ്റി ഡിക്രീസ് ചെയ്തപ്പോൾ അതിനെ കൊണ്ടൊന്ന് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ലയബിലിറ്റി അക്കൗണ്ട് ടു റീവാലുവേഷൻ അങ്ങനെ പറഞ്ഞ് എൻട്രി ഇടാനായിട്ട് എങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക. എന്തായാലും മസ്റ്റായിട്ട് എൻട്രി ഇടാൻ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റിൽ ചേഞ്ച് ഒന്നും വരാൻ പാടില്ല എന്ന് പറയുവാണെങ്കിൽ അവിടെ മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് 2 സൈഡായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് ഫസ്റ്റ് ഇതിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്താണോ പഠിച്ചത് അത് തന്നെ പ്രിപ്പയർ ചെയ്യുക. റീവാലുവേഷൻ അക്കൗണ്ട് എന്താണോ പഠിച്ചത് അത് തന്നെ നമ്മൾ ഫസ്റ്റ് ഇതിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ സാധാരണ പോലെ തന്നെ ആ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇടുക. ആ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇട്ടിട്ട് നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് സാധാരണ റീവാലുവേഷൻ അക്കൗണ്ട് ഇത്രയും നമ്മൾ പഠിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇടുക. ഇനി സെക്കൻഡ് പാർട്ടായിട്ട് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, റിവേഴ്സ് ചെയ്യണം. ഈ ഐറ്റം എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്തെടുക്കണം. ഓക്കെ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഐറ്റം ഇല്ലേ, ഈ ഐറ്റം എല്ലാം ഇപ്പുറത്തേക്ക് എടുത്തോണം. റിവേഴ്സൽ ഓഫ് ഐറ്റം ബ്രോഡ്വേർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഐറ്റം എല്ലാം ഇപ്പുറത്തേക്ക് റിവേഴ്സൽ ഓഫ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ എന്താണ് റിവാലുവേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നോക്കാം. എന്നിട്ട് അത് വേണം നമ്മൾ ടോട്ടൽ ചെയ്തെടുക്കാനായിട്ട്. അതും നമ്മൾ എങ്ങോട്ട് തന്നെ എടുക്കാം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് തന്നെ എടുക്കാം. അപ്പൊ എന്താണ് ഇതിന്റെ നെറ്റ് എഫക്ട് വരിക? ഇതിന്റെ നെറ്റ് എഫക്ട് വരാൻ നേരത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ബാലൻസ് ഷീറ്റിൽ ഒരു ചേഞ്ചും വരില്ല, അല്ലെ? കാരണം ഇവിടെ നമ്മൾ റിവാലുവേഷൻ പ്രോഫിറ്റ് കണ്ടു, അതിന്റെ ജസ്റ്റ് അത് ഓപ്പോസിറ്റ് ആയിട്ട് റിവേഴ്സൽ ഓഫ് ഐറ്റം എന്ന് പറഞ്ഞ് എഴുതുകയാണ്. എഴുതുമ്പോൾ എന്താണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ രണ്ടാമതും പറഞ്ഞോളൂ. ആ രണ്ടെണ്ണത്തിന്റെയും നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് എടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് തന്നെ ഇടണം. ഈ റിവാലുവേഷൻ അക്കൗണ്ടിന്റെയും പിന്നെ റിവേഴ്സ് ചെയ്തതിന്റെയും രണ്ടെണ്ണത്തിന്റെയും എന്താണ് ബാലൻസ് എടുത്ത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നെറ്റ് എഫക്ട് എന്താണ്? ബാലൻസ് ഷീറ്റിന് ഒരു പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും വരില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവാലുവേഷൻ ചോദിച്ചാലും മെമ്മോറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് ചോദിച്ചാലും നമുക്ക് എന്താണ് അല്ല അതിന്റെ എൻട്രി ചോദിച്ചാലും നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ഒന്നില്ലെങ്കിൽ എൻട്രി ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് സഹിതം നിങ്ങൾ പഠിച്ചു വെക്കണം. അക്കൗണ്ട് വരച്ചിട്ട് അതിൽ നിന്ന് ജേർണൽ എൻട്രി എഴുതാനായിട്ടെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം പറഞ്ഞത്. എന്താണ്? ഗുഡ് വില്ല്. ഗുഡ് വില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ നമുക്ക് സൽപ്പേര് എന്ന് പറയും. അതായത് ഇപ്പോ ഒരു കട നമ്മൾ അവിടെ നടത്തുവാണ്. ഇപ്പൊ നല്ലൊരു ഹോട്ടലൊക്കെ കണ്ട് നമ്മളൊരു ഹോട്ടലിൽ നമ്മൾ കയറുന്നത് എങ്ങനെയായിരിക്കുള്ളൂ? അവരുടെ പേര് അല്ല ആ ബ്രാൻഡിന്റെ പേര് കേട്ടിട്ടായിരിക്കും നമ്മൾ ആ ഹോട്ടലിലേക്ക് കയറുന്നത്, അല്ലെ? നല്ല സൂപ്പർ ഹോട്ടലാണ്, നല്ല അവിടെ സൂപ്പർ ബിരിയാണി കിട്ടും, അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് ഓരോ ഐറ്റത്തിന് നമ്മൾ അങ്ങനെ ഫേമസ് ആയിട്ടാണ് ആ ഹോട്ടലിന്റെ പേര് ഫേമസ് ആവും. ആ പേര് ഫേമസ് ആയിട്ടാണ് നമ്മൾ അവിടെ കുറെ പേര് അവിടെ ആ ഏരിയയിൽ എത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഏരിയയിലേക്ക് വരണത്. അതിനു വേണ്ടി മാത്രം ആ ഏരിയയിലേക്ക് വരണത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ബ്രാൻഡ് നെയിമിന്റെ അല്ലെ ആ ഒരു സൽപ്പേരിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ്. ആ ഒരു ബ്രാൻഡ് നെയിം അവർക്ക് വരുമാൻ നേരത്ത് വേറെ എത്ര ഹോട്ടൽ അതിനേക്കാൾ നല്ല ഐറ്റം ഒക്കെ അവിടെ വെച്ചാലും ആ ബ്രാൻഡ് നെയിം കിട്ടി വരാൻ കുറച്ച് ടൈം എടുക്കും, അല്ലെ? ആ ബ്രാൻഡ് നെയിം കിട്ടി വരണത് ആ കിട്ടിയിട്ടുള്ളത് എന്താണ്? അതാണ് അതായത് ഒരാൾക്ക് ഒരു എമൗണ്ട് ഒരു കച്ചവടം നടക്കണത്. ഇപ്പൊ ഒരു ദിവസം ഒരു 50,000 രൂപയുടെ കച്ചവടം നടന്നു എന്ന് വിചാരിച്ചോ. സാധാരണ ഒരാൾക്ക് 50,000 രൂപയുടെ കച്ചവടം ഒരു സാധാരണ ഒരാൾക്ക് നടക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പേര് കേട്ട ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു 80,000 കച്ചവടമെങ്കിലും നടക്കും, അല്ലെ? കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു ഗുഡ് വില്ല് കൊണ്ട്, അതായത് നല്ലൊരു പേര് കൊണ്ട്, ആ ബ്രാൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പേര് കൊണ്ട്, അല്ലെ? ആ KFC അങ്ങനെയൊക്കെ പറയണ ആ ഒരു ബ്രാൻഡ് തന്നെ അത് കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ അവിടെ പോയി ഓർഡർ ചെയ്ത് അല്ലെ കഴിക്കേണ്ട, അതിനു വേണ്ടി മാത്രം നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ അതിനെയാണ് എന്ത് പറയണ ഗുഡ് വിൽ എന്ന് പറയണത്. ഓക്കെ, ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്പേർ എന്നുള്ളതാണ് അർത്ഥമാക്കണത്. ആ ഗുഡ് വില് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ചുകൂടി കച്ചവടം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഒരു എമൗണ്ട് കൂടുതലായിട്ട് കിട്ടും. ആ ഭാഗത്ത് അതേ സെയിം ബ്രാൻഡില് സെയിം ആയിട്ട് നടത്തിയ എല്ലാ തരത്തിലും സെയിം ബ്രാൻഡ്, സെയിം ടേസ്റ്റ്, സെയിം മെറ്റീരിയൽ, സെയിം ഇതൊക്കെ ഉപയോഗിച്ച് നടത്തിയ ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ എമൗണ്ട് പ്രോഫിറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ബ്രാൻഡ് നെയിം കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയണത്? ഗുഡ് വിൽ എന്ന് പറയണത്. ഓക്കെ, ഇനി ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഗുഡ്വിൽ കണക്കാക്കാൻ നേരത്തെ നമുക്ക് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴ സമയത്ത്, അതായത് എപ്പോഴൊക്കെയാണ് അത്, ഒന്നില്ലെന്നുണ്ടെങ്കിൽ അഡ്മിഷന്റെ സമയത്ത്, റിട്ടയർമെന്റിന്റെ സമയത്ത്, ഡെത്തിന്റെ സമയത്ത്, ഡിസൊല്യൂഷന്റെ സമയത്ത് അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുന്നത്. ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ ചേഞ്ച് ചെയ്യാം അല്ലെ, ക്യാപിറ്റൽ ഒരാൾ കൂട്ടിക്കൊണ്ടു വന്നാൽ നമുക്കത് റേഷ്യോ ചേഞ്ച് ചെയ്യാം. അങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്താണ് നമ്മൾ ഗുഡ്വില് വാല്യൂ ചെയ്യാനായിട്ട് നടക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഗുഡ്വില്ലിന്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈബിലിറ്റി പ്ലസ് കൺസിഡറേഷൻ, അതാണ് അസറ്റ് മൈനസ് ലൈബിലിറ്റി പ്ലസ് കൺസിഡറേഷൻ ആണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഗുഡ്വിൽ എന്നുള്ളത് എന്താ പറയാ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ പാർട്ണർഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കേണ്ട ഒരു കാര്യമാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന ഗുഡ്വിൽ ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്വിൽ, നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന ഗുഡ്വിലാണ് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ഗുഡ്വിൽ റെക്കോർഡ് ചെയ്യുന്നതിന് പല പല രീതികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇനി അതിന്റെ മെത്തേഡ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, ആന്വിറ്റി മെത്തേഡ്, ഹിഡൻ ഗുഡ്വിൽ എന്നൊക്കെ പറഞ്ഞ് കുറെ മെത്തേഡുകളുണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഈ 3 എണ്ണമാണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഈ 3 എണ്ണത്തിലുമാണ് നമുക്ക് ഗുഡ്വിൽ കണ്ടുപിടിക്കാനായിട്ട് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞു വെക്കേണ്ട ഒന്ന്. ഇനി അതിൽ ഫസ്റ്റ് വൺ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ 2 ആയിട്ട് തിരിക്കേണ്ടത്. ഒന്ന് സിമ്പിൾ ആവറേജ് എന്നും ഇനി ഒന്ന് വെയിറ്റഡ് ആവറേജ് എന്നും. 2 തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സിമ്പിൾ ആവറേജ് നമുക്ക് ഫസ്റ്റ് നോക്കാം. സിമ്പിൾ ആവറേജ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്വില് ആവറേജ് പ്രോഫിറ്റ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ്, ആവറേജ് പ്രോഫിറ്റ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ്. അതായത് ഇപ്പൊ നിങ്ങൾ ഗുഡ്വിൽ എന്ന് പറയാൻ നേരത്ത് നിങ്ങൾക്ക് ഓർത്താൽ മതി, നമ്മൾ പലരുടെയും ഫ്രാഞ്ചൈസി എടുക്കാനായിട്ട് ഓടി ഇറക്കണ്ട അല്ലെ. ഒരുവിധ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രാഞ്ചൈസി എടുക്കും. ഫ്രാഞ്ചൈസി എടുത്ത് എന്താണ്, നമ്മുടെ ഏരിയയിൽ വന്ന് അത് അങ്ങോട്ട് ആ ഷോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് കൊണ്ട് മാത്രം ആൾക്കാർ അവിടെ വരും അല്ലെ. ആ ഒരു പേര് നമുക്ക് കേട്ടിട്ടുള്ളതാണ്, അതിന്റെ ഇത് നമ്മൾ മുന്നേ കഴിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യും, അവിടെ വന്ന് ഇതാക്കാനായിട്ട് വരും അല്ലെ. എന്റെ വീടിന്റെ അടുത്തായിട്ടാണെങ്കിൽ, ഞാൻ താമസിക്കുന്നിടത്താണെങ്കിൽ SS മൊബൈൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും അല്ലെ മിക്കയിടത്തും ഉള്ളതാണ് SS മൊബൈൽസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, മൊബൈൽ ഷോറൂം. അവിടെ ഒരുവിധമുള്ള മൊബൈലിന്റെ എന്ത് പാർട്സ് ആണെങ്കിലും കിട്ടും, എന്ത് സർവീസ് ആണെങ്കിലും അവരവിടെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ആയിട്ട് ഒരു SS മൊബൈൽസ് വന്നു. ഫസ്റ്റ് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്താണ് അവിടെ പോയത്. പക്ഷെ അവിടെയുള്ള എന്തോ പുതിയ പിള്ളേരാണ്. കാരണം എന്താണ്, എല്ലാം പുതിയതായിട്ട് പഠിച്ചു വരണോണ്ടുള്ളൂ. നമ്മൾ വേറൊരു സ്ഥലത്ത് പോകണ ആ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു സ്പീഡോ അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷനോ ഒന്നും അവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നീട് ഇപ്പൊ നോക്കുവാണെന്നുണ്ടെങ്കിൽ നേരത്തേലും ബെറ്റർ ആണെന്ന് പറയാം. ഓക്കെ, ആ ഒരു ഇതനുസരിച്ചാണ് നമ്മൾ ആ ഒരു SS മൊബൈൽസ് എന്നുള്ളത് കേൾവിയിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഒരു കേൾവി അനുസരിച്ച് അവിടെ പോകൂലേ, അതെന്തുകൊണ്ടാണ്, അത് ആ ഗുഡ്വിൽ കൊണ്ടാണ്, അവരുടെ ആ നല്ല പേര് കൊണ്ടാണ് അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഗുഡ്വിൽ കാണാനായിട്ടുള്ള 3 ഇതില് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ സിമ്പിൾ ആവറേജ് എന്നുള്ളതാണ്. സിമ്പിൾ ആവറേജ് കാണാനായിട്ട് ഗുഡ്വിൽ കാണാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ആവറേജ് പ്രോഫിറ്റ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ് എന്നുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗുഡ്വിൽ കൊണ്ട് നമുക്ക് എത്ര നാളത്തേക്ക്, എത്ര വർഷത്തേക്ക് ഇതേ പ്രോഫിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഈ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് എത്ര വർഷം അതേപോലെ തന്നെ കിട്ടും എന്നുള്ളത്. അതായത് ആവറേജ് പ്രോഫിറ്റിനെ അതേപോലെ തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് എത്ര വർഷത്തേക്ക് പറ്റും എന്നുള്ളത്, സെയിം പ്രോഫിറ്റിനെ എത്ര വർഷത്തേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതാണ് ഈ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് കൺഫ്യൂസ് ആകണം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്പർ ഓഫ് ഇയേഴ്സും തന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കും. ഇത് രണ്ടും 2ആണ്. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് വരും, 3, 4, 5 എത്രയെങ്കിലും ഇയേഴ്സും തരും, അതോടെ പ്രോഫിറ്റും തരും. എന്നിട്ട് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ഗുഡ്വിൽ അറ്റ് 3 years പർച്ചേസ് എന്ന് ഇടും. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ 3 years എന്നുള്ളത് ഇത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ളത് എടുക്കില്ല. എന്ത് ചെയ്യും, ഇത് വെച്ച് തന്നെ 4 വെച്ച് തന്നെ
ഈ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് ആവറേജ് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് ഇൻറ്റു ഈ 4 വെച്ച് തന്നെ ഇൻറ്റു ചെയ്യും. ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ കിട്ടണം? ഈ പ്രോഫിറ്റ് തന്നെയല്ലേ കിട്ടുള്ളൂ. അത് അവർ മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് ഈ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് അതിൽ തന്നിട്ടുണ്ടാവും, ആ ഇയർ വെച്ച് വേണം അതിൽ ഇൻറ്റു ചെയ്യാനായിട്ട്. ഇനി ഇതിൽ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ എന്താണ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അല്ലെ, അതിന്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ എടുക്കാൻ നേരത്തെ 5000, 4000, 6000, 3000 അതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ എത്ര? 18,000 കിട്ടും. ഈ 80,000 എത്ര ഇയറിലെ പ്രോഫിറ്റ് ആണോ അത്ര ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് 3 വർഷത്തെ ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, ഇവിടെ ഇപ്പം 4 വർഷമാണ് കൊടുത്തിരുന്നത്, അപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 4500 കിട്ടും. ഓക്കെ, 4500 കിട്ടും. ഇനി ആ 4500 നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ എന്ത് പറയണത്? ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആവറേജ് പ്രോഫിറ്റ്? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ് ആണ്. ആ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ് എന്താണ്? ക്വസ്റ്റ്യനിലാണ് ഗുഡ് വിൽ അറ്റ് 3 years ഓഫ് പർച്ചേസ്. അപ്പൊ 4500 × 3 അതാണ് 13,500. അതിനെയാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ആവറേജ് പ്രോഫിറ്റില് സിമ്പിൾ ആവറേജ് അനുസരിച്ചുള്ള ഗുഡ് വിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണിത്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അടുത്ത വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുവാണ്, ഒരു എന്താണ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് ആണ് ഉണ്ടാവണമെങ്കിൽ, പ്രോഫിറ്റിന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ വെയ്റ്റഡ് ആവറേജ് ഉപയോഗിക്കേണ്ടത്. അതായത് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എന്താണ് 2020 3,000, അടുത്ത വർഷം എന്താണ് 4,000, ഒരു 1,000 ഇൻക്രീസ് ഉണ്ടായ. അതിന്റെ അടുത്ത വർഷം എന്താണ് 6,000, ഒരു 2,000 ഇൻക്രീസ് ഉണ്ടായി അല്ലെ. അടുത്ത വർഷം എന്താണ് 7,000, ഒരു 1,000. അതിന്റെ അടുത്ത വർഷം ചിലപ്പോൾ 2,000 തന്നെ ആയിരിക്കും ഇൻക്രീസ് വന്നത്. 1,000, ഇവിടെ 1,000, ഇവിടെ 2,000, ഇവിടെ 1,000, പിന്നെ അടുത്ത വർഷം ഒരു 2,000 ആയിരിക്കും. അങ്ങനെ ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു ഇൻക്രീസ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ഇതിന്റെ മുന്നേ ഉള്ള സിമ്പിൾ ആവറേജ് നോക്കുമ്പോൾ നോക്കിയേ, 5,000 ഇൻക്രീസ് ചെയ്തു, പിന്നെ അത് 4,000 ആയിട്ട് കുറഞ്ഞു, പിന്നെ 6,000 ആയിട്ട് കൂടി, പിന്നെ 3,000 ആയിട്ട് കുറഞ്ഞു, അങ്ങനെ പറഞ്ഞോളൂ. അവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയണമെങ്കിൽ ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സിമ്പിൾ ആവറേജ്, അതായത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ് ഉപയോഗിക്കാൻ പറഞ്ഞാൽ അവിടെ സിമ്പിൾ ആവറേജ് ഉപയോഗിക്കാവൂ. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ അവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് ഉപയോഗിക്കണം. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് കാണാനായിട്ട് നമുക്ക് തന്നിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഗുഡ് വിൽ കാണാനായിട്ട് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് വെച്ചാൽ അപ്പുറത്ത് എന്താണോ പറഞ്ഞാൽ അത് തന്നെയുള്ളൂ ഇവിടെ പറയാനായിട്ട്. ഇനി വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കണോ? ഇയേഴ്സ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് 3 years പർച്ചേസ്, വെയിറ്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. വെയിറ്റ് എത്രയോ അവർ തരും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ ഈ ഇയർ പ്രോഫിറ്റ് എഴുതുക, വെയിറ്റ് അവർ തന്നിരിക്കുന്ന എഴുതുക 1, 2, 3, 4 എന്നുള്ളത്, അതിന്റെ ടോട്ടൽ എടുക്കുക. എന്നിട്ട് എന്തിനും ഈ വെയിറ്റും പ്രോഫിറ്റും നമ്മൾ ഇൻറ്റു ചെയ്യുക. 1 × 3, 4,000 × 2, 6,000 × 3, 7,000 × 4, അങ്ങനെ ടോട്ടൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പ്രോഡക്റ്റിന് എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. ഓക്കെ, പ്രോഡക്റ്റിന്റെ ടോട്ടൽ എടുക്കാം. വെയിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, വെയിറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. എന്നിട്ട് അത് ഇൻറ്റു പ്രോഫിറ്റ് ചെയ്യുക. അപ്പൊ പ്രോഡക്റ്റ് കിട്ടും. ആ വെയിറ്റിന്റെയും പ്രോഡക്റ്റിന്റെയും ടോട്ടൽ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. 57,000 ഡിവൈഡഡ് ബൈ 10,000 എന്ന്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമ്മൾ അവിടെ പറഞ്ഞില്ലേ എത്ര വർഷമാണെന്നുള്ളത്. ഇവിടെ 3 years എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5,700 × 3, 17,000. ഈ 57,000 ഡിവൈഡഡ് ബൈ 10 ഇടുന്നത് ഗുഡ് വിൽ അല്ല, അത് ആവറേജ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ആവറേജ് വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. ആ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ് വെച്ചാൽ മാത്രമേ ഗുഡ് വിൽ കിട്ടുള്ളൂ. ഓക്കെ, ആ രണ്ടും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ എന്താ പറയാ ആക്ച്വലി നേടുന്ന പ്രോഫിറ്റ് ആ നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരേ ഇൻഡസ്ട്രി, ഒരേ ക്യാപിറ്റൽ, ഒരേ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ എല്ലാം ഒരേ തരത്തിൽ, ഒരേ മെറ്റീരിയൽ, എല്ലാം ഒരേ തരത്തിലുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ഒരേ ഏരിയ ഒക്കെ. ഓക്കെ, അപ്പൊ അവിടെയുള്ളവര് ഒരാള് 50,000 ഒരാള് ഒരു 30,000 ആണ് പ്രോഫിറ്റ് ഏൺ ചെയ്യണേന്നുണ്ടെങ്കിൽ അവിടെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ 30,000 ആയിരിക്കുള്ളൂ. ഓക്കെ, അതായിരിക്കുള്ളൂ ആ നോർമൽ പ്രോഫിറ്റ്. നോർമൽ അവിടെ ഏൺ ചെയ്യാൻ പറ്റിയത് 30,000 ആയിരിക്കും. അപ്പോൾ അയാൾ
ഒരാളപ്പോൾ 30,000 നോർമൽ ഏൺ ചെയ്യാൻ പറ്റുന്നിടത്ത് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു 50,000 അതായത് 20,000 കൂടി അഡീഷണൽ ആയിട്ട് അയാൾ ഏൺ ചെയ്തു. ആ 20,000-നെയാണ് നമ്മൾ എന്ത് പറയണത്, സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയണത്. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയണം. അപ്പൊ അയാളുടെ കഴിവ് കൊണ്ടായിരിക്കാം, അല്ലെ, എങ്ങനെ വേണമെങ്കിലും അത് അയാളായിട്ട് ഏൺ ചെയ്താണ്. സാധാരണ നോർമലായിട്ട് ഒരാൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയ 30,000 ആണ് അത്. പക്ഷെ അയാൾ എന്ത് ചെയ്തു, ആക്ച്വലി അയാൾ എന്ത് ചെയ്തു, ഏൺ ചെയ്തത് എത്രയാണ്, ഒരു 20,000 കൂടി എക്സ്ട്രാ ഏൺ ചെയ്തു, 50,000 ഏൺ ചെയ്തു. അപ്പൊ ആ 20,000-നെയാണ് നമ്മൾ എന്ത് പറയണത്, സൂപ്പർ പ്രോഫിറ്റ് എന്ന്. ഓക്കെ, അപ്പൊ ആ ഗുഡ് വില്ല് കാണുകയാണെങ്കിൽ ആ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ്, സൂപ്പർ പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചു തന്നെ, അത് വെച്ച് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നതാണ് എന്ത് പറയണേ, ഗുഡ് വിൽ എന്ന് പറയണം. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി അല്ലെ. നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം, അതിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതായത് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ഓഫ് എ ഫേം ഇൻ ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചറിൽ കണക്കാണ്, ഇപ്പൊ കിട്ടിയതല്ല. ഫ്യൂച്ചറിൽ നമുക്കൊരു നെറ്റ് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യണത് ഒരു ആവറേജ് ആയിട്ട് ഒരു 68,000 ആണ് ഒരു വർഷം. ഓക്കെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്, ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് 3,50,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം എത്രയാണ്, ഒരു 12% ആണ്. റെമ്യൂണറേഷൻ, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 8,000 ഒരു വർഷം. ഓക്കെ, അവിടെ ഗുഡ് വില്ല് കാണുമെന്ന് പറഞ്ഞിട്ടാണ് 2 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഓക്കെ, അതിൽ എന്താണ് 2 years ആണ് പർച്ചേസ്, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 2 years ആണ്. അതിന്റെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് കാണാനാണ് പറയണത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ നോർമൽ പ്രോഫിറ്റ് എത്രയെന്ന് നോക്കണം. നോർമൽ പ്രോഫിറ്റ് എത്രയാണ്, ക്യാപിറ്റൽ എത്രയാണോ, ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എത്രയാണ്, 3,50,000 ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 12% ആണ്. ഓക്കെ, അതാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലാ ഉള്ള അല്ലെ, ഈ നോർമൽ പ്രോഫിറ്റ് ആക്ച്വൽ പ്രോഫിറ്റ് എത്രയും നോക്കാം. ആക്ച്വലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യും എന്ന് പറയുന്നത് എത്രയാണ്, 68,000 ആണ്. പക്ഷെ അതിൽ നിന്ന് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അല്ലെ, പാർട്ട്നേഴ്സിനുള്ള റെമ്യൂണറേഷൻ വേറെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 68,000-ൽ 8,000 വന്നിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പൊ 68,000-ൽ നിന്ന് 8,000 മൈനസ് ചെയ്ത് 60,000. ആ 60,000-ൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് എത്രയാണോ, നോർമൽ പ്രോഫിറ്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ, 3,50,000 ഇൻറ്റു 12% വെച്ച് അത് മൈനസ് ചെയ്യണം. അത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും, നോർമൽ പ്രോഫിറ്റ് 42,000 ആണ്. അത് മൈനസ് ചെയ്യാൻ നേരത്തെ നമുക്ക് എത്ര വരും, 18,000 വരും. ഓക്കെ, ആ 18,000, അപ്പൊ ആ 80,000 ഇൻറ്റു 2 years പർച്ചേസ് കൂടി എന്ത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സൂപ്പർ പ്രോഫിറ്റ്. നിന്ന് 2 years പർച്ചേസ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് 3,36,000 ആണ് എന്ത് പറയണത്, ഗുഡ് വിൽ എന്ന് പറയണത്. ഓക്കെ, അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. സൂപ്പർ പ്രോഫിറ്റ് വഴി നമുക്ക് ചോദിക്കാൻ പാടില്ല എന്നില്ല. ഓക്കെ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഗുഡ് വിൽ കാണാനായിട്ട് ചോദിക്കാം. ഇനി അടുത്തതാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ പറഞ്ഞതാണ് എന്ത് പറയണത്, ഈ സൂപ്പർ പ്രോഫിറ്റും ആവറേജ് പ്രോഫിറ്റും എന്നുള്ളത്. അതിൽ സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തതാണ് എന്താണ്, ആവറേജ് പ്രോഫിറ്റ് എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് നോക്കാം. ഇതിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അനുസരിച്ച് സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ്, ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളിപ്പോ ഇതെടുക്കട്ടെ, അത് വെച്ച് പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ രണ്ടുണ്ടെന്ന് പറഞ്ഞു, സിമ്പിൾ ആവറേജ്, വെയിറ്റഡ് ആവറേജ്. ആ രണ്ട് നമ്മൾ പഠിച്ചു വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഇപ്പൊ കണ്ടുപിടിച്ചു. ഇനി ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എടുക്കാൻ നേരത്തെ ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ നമുക്ക് ഉണ്ട് ഒരു സൂപ്പർ പ്രോഫിറ്റും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ആവറേജ് പ്രോഫിറ്റും പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അനുസരിച്ചാണ് സൂപ്പർ പ്രോഫിറ്റ് ആവറേജ് പ്രോഫിറ്റും കാണാൻ പറയണമെങ്കിൽ അതിങ്ങനെയാണ്. എന്താണ് ക്യാപിറ്റലൈസേഷനോ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുഡ് വിൽ കാണാൻ പറഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് ഓഫ് എ ഫേം 3,000 and my normal rate of return 10%. What will be the value of goodwill എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് സൂപ്പർ പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ ഇത്രയും നേരം തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവര് സൂപ്പർ പ്രോഫിറ്റ് തരുവാണ്. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് തന്നിട്ടാണ് നമ്മളുടെ അടുത്ത് ഇത് പറയണത്. അതായത് സൂപ്പർ പ്രോഫിറ്റും
തരുവാണ് നമുക്ക് ചെയ്യണം. മറ്റേതിൽ എന്തായിരുന്നു, സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, എക്സ്പെക്ടഡ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്തിട്ട് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇതിൽ സൂപ്പർ പ്രോഫിറ്റ് അവർ തന്നിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എംപ്ലോയിഡിലിരുന്ന് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ചെയ്തത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, സൂപ്പർ പ്രോഫിറ്റിലിരുന്ന് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുക്കണം അല്ലേ. മറ്റേത് എന്തായിരുന്നു, മറ്റേത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആയിരുന്നു. അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ള വാല്യൂന്ന് ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണോ അത് കണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കണക്കിൽ നമ്മൾ ചെയ്തത് എന്താണ്, അത് വെച്ച് തന്നെ പറഞ്ഞുതരാം ഇപ്പൊ എളുപ്പം. അതായത് നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3,50,000 ഇൻറ്റു 12% എടുത്തത്. ഇവിടെ അപ്പൊ 42,000 കിട്ടി. ഇവിടെ എന്താണ്, ഈ 42,000 തന്നിട്ട് ഈ 3,50,000 ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 42,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 12 എടുക്കും അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, സൂപ്പർ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റിൽ നിന്ന് ഇത് കാണാനെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് എടുക്കുക. എത്ര വരും, 30,000 വരും. ഓക്കെ, ഇനി ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിലോ അത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് ആണ്. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. അസറ്റ് ഓഫ് എ ഫേം ആർ 4,500 ആൻഡ് ദ ലൈബിലിറ്റി എത്രയാണ്, 1,500. നോർമൽ റേറ്റ് 10% ആണ്. ഓക്കെ, പ്രോഫിറ്റ് ഫേം ഏൺ പ്രോഫിറ്റ് എത്ര, 500 ആണ്. ഗുഡ് വില്ല് ബൈ ഫോളോയിങ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഗുഡ് വില്ല് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഗുഡ് വിൽ, എന്താണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണ്, ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റി ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് എത്രയെന്ന് തന്നിട്ടുണ്ട്, അസറ്റ് 4,500 എന്ന് തന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 1,500 എന്ന് തന്നിട്ടുണ്ട്. അത് മൈനസ് ചെയ്യുമ്പോൾ 3,000 ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടാൽ മതി അല്ലെ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാനായിട്ട് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോഫിറ്റ് 500 ഇൻറ്റു എന്താ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ റേറ്റ് അല്ലെ 10. അപ്പൊ എത്ര വരും, അപ്പൊ 5,000 വരും. അപ്പൊ 5,000 മൈനസ് 3,000 ആണെന്നുണ്ടെങ്കിൽ അത് 2,000 ആണ് എന്ത് പറയണത്, ഗുഡ് വിൽ എന്ന് പറയണത്. ഓക്കെ, ഈ രണ്ട് വിധത്തിൽ അങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ആ രണ്ടുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പുറത്തുള്ള സൂപ്പർ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും വെയ്റ്റഡ് ആവറേജും ആണ്. പിന്നെ സിമ്പിൾ ആവറേജും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 3 നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ആന്യൂറ്റി മെത്തേഡും അങ്ങനെ ഇപ്പോ ചോദിക്കാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. പ്രോഫിറ്റ് ഇൻറ്റു ആന്യൂറ്റി വാല്യൂ ആണ് ആന്യൂറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗുഡ് വില് ക്യാഷ് ആയിട്ട് എടുത്തിട്ട് വന്നു എന്ന് പറയുവാണെങ്കിൽ അതിന്റെ എൻട്രി ഉണ്ട്. എന്താണ്, ക്യാഷ് അക്കൗണ്ട് അറ്റാറ്റു അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റാറ്റു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതൊരു എൻട്രി ആണ്. എൻട്രി നമുക്ക് എൻട്രി ആയിട്ട് ഇടാനായിട്ട് ചോദിക്കും. അതുകൊണ്ടാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റാറ്റു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുക. ഗുഡ് വില്ല് ലോൺ ആയിട്ടാണെന്ന് പറഞ്ഞാൽ ലോൺ അക്കൗണ്ട് അറ്റാറ്റു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഗുഡ് വില്ല് ആയിട്ട് നമുക്ക് എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിലും ഇതില് നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതില് എൻട്രി വൈസ് ഇടാനായിട്ട് അറിയണം. നമുക്ക് എൻട്രി ഇഷ്ടമല്ല അല്ലെങ്കിൽ എൻട്രി പഠിക്കൂല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ ആവരുത്, നമ്മൾ എന്ത് ചെയ്യണം, എൻട്രി ഇട്ടാലേ നമുക്ക് അതിൽ നിന്ന് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ എൻട്രി ആയിട്ട് എഴുതാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി പേയ്മെന്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ന്യൂ പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റാറ്റു ഓൾഡ് പാർട്ട്നേഴ്സ് തരണം. ഓക്കെ, പിന്നെ ഓൾഡ് പാർട്ട്നേഴ്സ് ഗുഡ് വില്ല് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റാറ്റു ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അനുസരിച്ച് നമുക്കത് മനസ്സിലാവും. ഓക്കെ, അത് അത്ര ഇതില്ല. അപ്പൊ നമുക്ക് എന്താണ് ആ മെത്തേഡ്, ആന്യൂറ്റി മെത്തേഡ് അങ്ങനെ ചോദിക്കാറില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻറ്റു ആന്യൂറ്റി വാല്യൂ അതിൽ തരും. അപ്പൊ അതനുസരിച്ച് കാണുക. അപ്പൊ നമുക്ക് ഈ മെത്തേഡുകൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒന്നും കൂടി റിവൈൻഡ് അടിച്ച് കേൾക്കുക. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഒത്തിരി ടൈം ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പൊ നിങ്ങൾ അതൊന്നും കൂടി റിവൈൻഡ് അടിച്ച് കേൾക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ എൻട്രീസും ഒന്ന് വായിക്കുക. എൻട്രീസ് നമുക്ക് എന്താണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി അടുത്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഗുഡ്വില് ഓൾഡ് പാർട്ട്നേഴ്സിന് ഗുഡ്വിൽ എങ്ങനെയാണ് ഓൾഡ് പാർട്ട്നേഴ്സിനാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇന്ന് സാക്രിഫൈസ് റേഷ്യോയിലാണ് കൊടുക്കുന്നത്. സാക്രിഫൈസ് റേഷ്യോ നമ്മൾ കണ്ട ഓർമ്മയുണ്ടാവും. ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ റേഷ്യോ കണ്ടതിന്റെ ഇത് വരുന്നത്. ഗുഡ്വില് കൊടുക്കുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് റേഷ്യോയിലാണ്. കാരണം നമുക്ക് എല്ലാ റേഷ്യോയും തരും. ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ ഒക്കെ വരും. നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സിന് ആണ് കൊടുക്കേണ്ടതെന്ന് അറിയണം. ന്യൂ പാർട്ട്നേഴ്സിന് അല്ല കൊടുക്കേണ്ടത്. ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് സാക്രിഫൈസ് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഗുഡ്വില് റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ആയിട്ട് ഗുഡ്വിൽ എന്ന് പറയാം. ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലാണ് അത് ചെയ്യേണ്ടത്. ഇനി ന്യൂ പാർട്ട്നേഴ്സ് പ്രീമിയം ഷെയർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ട്. ന്യൂ പാർട്ട്നേഴ്സിന്റെ പ്രീമിയം എന്താണ് ഓൾഡ് പാർട്ട്നേഴ്സിനായിട്ട് ഷെയർ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ഇതിലാണ് സാക്രിഫൈസ് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്. ന്യൂ പാർട്ട്നേഴ്സ് ഓൺ ഗുഡ്വില് ബ്രോട്ട് ഇൻ ടു ബിസിനസ്. ന്യൂ പാർട്ട്നർ എന്ത് ചെയ്തു, അവരുടെ സ്വന്തം ഗുഡ്വില് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യൂ റേഷ്യോയിലാണ്. അത് എന്ത് ചെയ്യണം, അത് ഓൾഡ് പാർട്ട്നേഴ്സ് ടു ന്യൂ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിടണം. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കാരണം അവര് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്, ഇവര് സാക്രിഫൈസ് ചെയ്യുവാണ് അല്ലെ. അതായത് ഈ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓൾഡ് പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്നത് നമ്മൾ ന്യൂ പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്നത് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താണ്, കാരണം ഒരു പാർട്ട്ണർ വരാൻ നേരത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് എന്താണ് സാക്രിഫൈസ് ചെയ്യുവാണ്. എന്തുകൊണ്ട്, നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളില്ലേ 50 റുപ്പീസ് കിട്ടിയിരുന്നോടത്ത് നമുക്കിപ്പോ 33 രൂപ 33 പൈസ കിട്ടണുള്ളൂ അല്ലെ. അപ്പൊ അത്രയും നമ്മൾ എന്താ കുറച്ച് പ്രോഫിറ്റ് മേടിക്കുകയാണ്, സാക്രിഫൈസ് ചെയ്യണം. ആ സാക്രിഫൈസ് ചെയ്യണതിന് കുറച്ചൊരു പരിഹാരമാകാൻ വേണ്ടിയിട്ടാണ് അവർ ഗുഡ്വില് കൊണ്ടുവരുന്നതും ആ കൊണ്ടുവരുന്ന ഗുഡ്വിൽ എന്ത് ചെയ്തതെടുത്ത് ഇവർക്കെടുത്ത് ഓൾഡ് പാർട്ട്നേഴ്സിന് അടുത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതും. ഓക്കെ, അപ്പൊ ന്യൂ പാർട്ട്നേഴ്സിന്റെ ഓൺ ഗുഡ്വില് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ന്യൂ റേഷ്യോ അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ന്യൂ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അല്ലാണ്ട് ഗുഡ്വിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് റേഷ്യോയിലാണ് നമുക്ക് അതുവരെയുള്ള ഗുഡ്വില് കൊടുക്കേണ്ടത്. ഓക്കെ, ഗുഡ്വില് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ടു ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇതേപോലത്തെ കുറെ വരും. അതുകൊണ്ട് ആ ഏതൊക്കെ റേഷ്യോയിലാണ് കൊടുക്കേണ്ടതെന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായില്ലെങ്കിൽ അത് ഇനി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും. കാരണം നമുക്ക് അവിടെ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ സാധാരണ ബുക്കിലുള്ള അതേവരെയുള്ള നമ്മൾ നേടിയ പ്രോഫിറ്റ് പുതിയ പാർട്ട്ണർ വരണേക്ക് മുമ്പ് നമ്മൾ റീവാല്യൂ ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, റീവാലുവേഷൻ അക്കൗണ്ട് ഇടും. അതേപോലെ തന്നെ അതുവരെയുള്ള ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾഡ് പാർട്ട്നേഴ്സ് എടുത്തിട്ട് പോകും. ഓൾഡ് പാർട്ട്നേഴ്സ് എടുത്തിട്ട് പോകുന്നത് ഓൾഡ് റേഷ്യോയിലാണ്. ഓക്കെ, അതായത് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് റേഷ്യോയിൽ എടുത്തിട്ട് പോകും. ഇനി ഗുഡ്വിൽ എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൾഡ് റേഷ്യോയിലാണ് ചെയ്യേണ്ടത്. ന്യൂ പാർട്ട്നേഴ്സ് എന്തെങ്കിലും ഗുഡ്വിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് ന്യൂ റേഷ്യോയിൽ തന്നെ ഭാഗിച്ചു കൊടുക്കണം. അതായത് എന്താ, അവരുടെ സാക്രിഫൈസ് ചെയ്തതിൻ്റെ അതിന് ഒരു ഇത്തിരി ശമനം അല്ലെ, അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഗുഡ്വില് കൊടുത്ത് അവർക്ക് കൊടുക്കണേ എന്നുള്ളത്. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, റിസർവും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റും റിസർവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോണ വർഷമേ നമ്മൾ എന്ത് ചെയ്തിലോട്ടെങ്കിലും റിസർവ് ഉണ്ടാവും, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജനറൽ റിസർവ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ട് ചെയ്യും. ആ ചെയ്യണ സംഭവം നമ്മൾ എന്ത് ചെയ്യും, ഒന്നില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കും. അല്ല ഇനി ആ റിസർവ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നെ നിർത്തിക്കോ എന്ന് പറയുന്ന സിറ്റുവേഷനും ഉണ്ട്. അങ്ങനെ അവിടെ നിലനിർത്താൻ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണമായിട്ട് കാണിക്കും. ഓക്കെ, പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണമായിട്ട് കാണിക്കും. എന്ത് ചെയ്യും, ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണമായിട്ട് കാണിക്കും. എന്നിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയണേന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അതെടുത്ത് വീണ്ടും എന്ത് ചെയ്യണം, അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ന്യൂ പാർട്ട്നേഴ്സിനും കൂടി ചേർത്തിട്ട് ന്യൂ റേഷ്യോയിൽ കൊടുക്കണം. അതായത് രണ്ട് തരത്തിൽ ചോദിക്കാം. ജനറൽ റിസർവ് എന്ന് ബാലൻസ് ഷീറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് വരാൻ നേരത്ത് ജനറൽ റിസർവ് എന്തായിട്ട് ചോദിക്കാം, ഒന്ന് ഓൾഡ് പാർട്ട്നേഴ്സിന് അത് റൈറ്റ് ഓഫ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വേറെ ഒന്നും ജനറൽ റിസർവിനെ കുറിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ജനറൽ റിസർവ് ബാലൻസ് ഷീറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഭാഗിച്ചു കൊടുക്കാം. ഓക്കെ, അതെവിടെ എഴുതും, അത് ക്രെഡിറ്റ് സൈഡ് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൽ അഡ്ജസ്റ്റ്മെന്റിൽ പറയുവാണ്, ഇല്ല അത് ജനറൽ റിസർവ് ബുക്കിൽ മെയിൻറ്റെയിൻ ചെയ്തോ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗിച്ചു കൊടുത്തില്ലേ അത് അവിടെ തന്നെ നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും, അവിടെ ജനറൽ റിസർവ് കൊണ്ടുവന്നിട്ട് ന്യൂ റേഷ്യോയില്, അതായത് പുതു പാർട്ട്ണറിനെയും കൂടി കൂട്ടിയിട്ട് ന്യൂ റേഷ്യോയില് ഭാഗിച്ചു കൊടുക്കണം. മറ്റേത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലാണ് കൊടുത്തത്, ഇത് ന്യൂ പാർട്ട്നേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ന്യൂ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടണ്ട, നമുക്ക് ഇനി അത് പ്രോബ്ലം വരുമ്പോൾ ക്ലിയർ ആക്കാം. ഓക്കെ, അല്ലെ ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്,
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് ഇടുക. ഫിക്സഡ് ആണെങ്കിലോ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട് പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് എന്ന് ഇടുക. ഓക്കെ, ആ ക്യാപിറ്റൽ അക്കൗണ്ട് കറന്റ് അക്കൗണ്ട് വ്യത്യാസം മനസ്സിലായില്ലേ അത്. ഇനി അക്യൂമുലേറ്റഡ് ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിലോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ഇടുക. ഫിക്സഡ് ആണെങ്കിലോ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ഇടുക. ഓക്കെ, അപ്പൊ ആ ജനറൽ റിസർവിന്റെ സാധാരണ എൻട്രി വരുന്നത് ഇതാണ്. സാധാരണ ജനറൽ റിസർവ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നൊക്കെ പറയാൻ നേരത്തേക്ക് നമ്മളുടെ അടുത്ത് പറയും എന്താണ് ജനറൽ റിസർവ് മാത്രം. ഇനിയൊന്നും പറഞ്ഞില്ല. ജനറൽ റിസർവ് നമ്മൾ ലാസ്റ്റ് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ജനറൽ റിസർവ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. പിന്നെ അതിൽ പറയുവാണ് ജനറൽ റിസർവ് വീതിച്ചൊന്നും കൊടുക്കണ്ട, നിങ്ങൾ അത് അവിടെ മെയിൻറ്റെയിൻ ചെയ്തോ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് വീതിച്ചു കൊടുക്കണം. ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വായിച്ചു കൊടുക്കാനായിട്ട് കാണിക്കണം. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് അത് കാണിച്ചിരിക്കണം. എന്നിട്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് കൊണ്ടുവന്നിട്ട് അത് എന്ത് ചെയ്യണം? ആ ജനറൽ റിസർവിനെ എടുത്തിട്ട് ന്യൂ പാർട്ട്നേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ന്യൂ റേഷ്യോയിൽ ഭാഗിച്ചു കൊടുക്കാനായിട്ട് കാണിക്കണം. ഓക്കെ, ഇത്രയാണ് അഡ്മിഷൻ എന്നുള്ളതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് തന്നെ ഇപ്പോൾ ഒരു 1.25-2 മണിക്കൂറിൻ്റെ അടുത്ത് ക്ലാസ് ആയിട്ടുണ്ടാവും. അത്രയും സ്ലോ ആയിട്ട് ഇതായിട്ടാണ് ഞാൻ പറഞ്ഞേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നും കൂടി കാണുക. അടുത്ത വീഡിയോ ഇടുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രോബ്ലത്തിലോട് കടക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നും, പക്ഷെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ ഓരോ പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പ്രോബ്ലം കാണുക. പിന്നെ വേറൊരു കാര്യം എന്താണ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് വോയിസ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് പുതു മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വോയിസ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ പുതിയതായിട്ട് ഉള്ള വീഡിയോ ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് അത് ഹെൽപ്ഫുൾ ആവും. എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ.